Good morning to all. Good morning. Good morning, ma'am. Good morning. Good morning. Okay. Morning. Okay. How are you all? സുഖാണ് എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? Fine. Yeah, fine. Okay. പിന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നോ? ഓക്കെ ആയിരുന്നോ? പഠിച്ചോ എല്ലാവരും? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? പഠിച്ചായിരുന്നു മാം. ഓക്കെ. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ എന്നെ കാണുന്നേ? ആണോ? നമ്മൾ ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. എന്നെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. No, ma'am. ഇല്ല, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം അശ്വതി, ഇംഗ്ലീഷ് ടീച്ചർ ആണ്. ഓക്കെ. പക്ഷെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലെന്നുള്ളൂ കേട്ടോ, വേറെ ബാച്ചിലൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറയൂ. ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവാറുള്ളൂ പൊതുവേ? ആണോ? കുറവാണോ? എന്താണത് മിണ്ടാത്തെ? ആക്റ്റീവ് ആണോ എല്ലാവരും? ഇത്ര കുട്ടികളെ എന്തോ? അല്ല, ഇത്ര കുട്ടികളെ ചിലപ്പോ ഉണ്ടാവാറുള്ളൂ. ബാക്കി എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു അല്ലേ? എങ്ങനെയുണ്ട്? പഠിച്ചോ എല്ലാരും? ഇംഗ്ലീഷൊക്കെ പഠിച്ചോ? നിങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണോ? ആക്റ്റീവ് ആണോ? പഠിച്ചു വരുന്നു. പഠിച്ചു വരുന്നു. ഓക്കെ. നമ്മള് ജോയിൻ ചെയ്ത ടൈമില് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ എല്ലാവരും അല്ലെ? പൊതുവെ എല്ലാ സ്റ്റുഡൻസും പറയുന്നൊരു കാര്യമാണ് ഇംഗ്ലീഷ് അറിയില്ല, ഗ്യാപ്പ് ഉണ്ട്, ബിഗിനേഴ്സ് ആണ് അല്ലെ? ഇപ്പോ എങ്ങനെയാണ്? ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്ത ടൈമും ഇപ്പോഴും എങ്ങനെയാണ്? അത്യാവശ്യം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? അത്യാവശ്യം അല്ല, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓൾറെഡി നിങ്ങൾക്ക് വായിക്കാനും എഴുതാനൊക്കെ അറിയാം അല്ലെ? അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് കൺഫ്യൂഷൻ ആയിരുന്നു അല്ലെ? ഒരു എന്താണ്, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ടഫ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഓക്കെ ആണ്. ടെൻസ് ഒക്കെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ ഓക്കെ ആണ് അല്ലെ? ആണോ? ഓക്കെ ആണ്. ഓക്കെ. അപ്പോ ഇംഗ്ലീഷ് ഏകദേശം കുറച്ചെങ്കിലും അറിയാം. ഇംഗ്ലീഷ് ഏകദേശം അറിയാം, വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, നിങ്ങൾക്ക് കുറച്ചെങ്കിലും സംസാരിക്കാനും അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ? എന്നാലും പണ്ടത്തെ പോലെ പേടിച്ച് ഇരിക്കേണ്ട അവസ്ഥയല്ല, കുറച്ചെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെ? മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ ഇംഗ്ലീഷ്. ഓക്കെ. അപ്പൊ അത്രയും വരെ പഠിച്ചു. ഇംഗ്ലീഷിനെ കുറിച്ചൊരു ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്. ഇനി ഫോണിറ്റിക്സ് എന്താണെന്ന് അറിയണ്ടേ? മിസ് ഇപ്പോ ഞാൻ എടുക്കുന്ന ഫോണിറ്റിക്സ് ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിയതാണല്ലേ? ഫോണിറ്റിക്സ് എന്താണെന്നൊക്കെ അറിയാലോ? അറിയില്ലേ? അറിയോ എല്ലാവർക്കും? ഓൾറെഡി അറിയാം. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾ ഒരുപാട് പഠിച്ചു. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? ഇനി പ്രൊണൗൺസിയേഷൻ ആണ്. സാറ് പ്രൊണൗൺസിയേഷനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഒരു വേർഡ് പ്രൊണൗൺസ് ചെയ്യുക? പറഞ്ഞിട്ടുണ്ടോ? നോ ഓർ യെസ്? റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. പറഞ്ഞാണ് അല്ലെ? പ്രൊണൗൺസിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വേർഡ് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം അല്ലെ? കറക്റ്റ്ലി എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് എന്താ ഫോണിറ്റിക്സ് ഉള്ളത് കേട്ടോ. ഫോണിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രൊണൗൺസിയേഷൻ. ഒരു ലെറ്റർ അല്ലെ? നമുക്ക് 26 ആൽഫബറ്റ്സ് ഉണ്ട് അല്ലെ? ഇംഗ്ലീഷ് സബ്ജക്റ്റില് അല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് എന്തെല്ലാം ഫോണിറ്റിക്സിലും. ഫോണിറ്റിക്സിൽ എത്രയാണ്? 44 സ്പീച്ച് സൗണ്ട്സ് ആണുള്ളത് കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെറ്റേഴ്സ് ആണ് പറയുന്നതെങ്കിൽ ഫോണിറ്റിക്സിലൊക്കെ വരുമ്പോ എന്താണ്? അത് സൗണ്ട്സ് ആകും. ഓക്കെ.
സൗണ്ട്സ്. അപ്പൊ എത്രയാണ്? 44 സ്പീച്ച് സൗണ്ട്സ് ആണ് ഫോണിറ്റിക്സ് ലാംഗ്വേജ് ആയിരിക്കും ഫോണിറ്റിക്സിലുള്ളത്. ക്ലിയർ? എല്ലാവരും നോട്ട്ബുക്ക് ഉണ്ടോ? നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. പിന്നെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ നോട്ട്സും ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ എഴുതാൻ പറയുന്ന മാത്രം എഴുതിയാലും മതി. ഇനി അഥവാ നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ട്സ് എന്തെങ്കിലും എഴുതണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക, റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ. അപ്പോ എന്താണ് 26 ആൽഫബറ്റ്സ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്. അതുപോലെ തന്നെയാണ് ഫോണിറ്റിക്സിലും 44 സ്പീച്ച് സൗണ്ട്സ് ആണ്. ഓക്കെ. സോ ഫോണിറ്റിക്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഓരോ സൗണ്ട് ആണ്. നമ്മൾ ABCD പറയുന്ന പോലെയല്ല അല്ലെ. ഓരോ ലെറ്റേഴ്സിനും അതിൻ്റെതായ ഒരു സൗണ്ട് ഉണ്ട്. അത് നന്നായിട്ട് അത് ആ രീതിയിൽ തന്നെ പ്രൊണൗൺസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഒരു വേർഡ് നമുക്ക് കറക്റ്റ്ലി പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. അതൊരു വെസ്റ്റേൺ സ്പീക്കേഴ്സ് സംസാരിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കണമെങ്കിൽ ഈ ഫോണിറ്റിക്സ് ലാംഗ്വേജ് ഫോളോ ചെയ്തേ പറ്റൂ, പഠിച്ചേ പറ്റൂ. പ്രാക്ടീസ് ചെയ്യണം. ഇമ്പോർട്ടന്റ് പ്രാക്ടീസിലാണ് കേട്ടോ. പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. സോ നമ്മള് ഓരോ സൗണ്ട്സും നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ, സൗണ്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ മൗത്തില് ഒരുപാട് ഓർഗൻസിന് ഫ്ലെക്സിബിലിറ്റി വരണം. സോ ഒരുപാട് സ്ട്രെസ്സിങ് ഉണ്ടാകാം. ഇപ്പോ നമ്മുടെ ടീത്ത് ആയിക്കോട്ടെ, ടങ് ആയിക്കോട്ടെ, ഒരുപാട് എന്താണ് പെർട്ടിക്കുലർ സൗണ്ട്സ് എടുക്കുമ്പോൾ അതിന് ഒരുപാട് ചിലപ്പോ സ്ട്രെസ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ്ലി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ മൗത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ എന്താണ് മാക്സിമം അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ. ക്ലിയർ? അപ്പൊ ഞാൻ പറയുന്ന സൗണ്ട്സ് എന്റെ കൂടെ പറയാ, പക്ഷെ അൺമ്യൂട്ട് ചെയ്യണ്ട. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും, നമുക്ക് ഡിസ്റ്റർബൻസ് വരും. സോ നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറയുന്ന പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ചിലപ്പോൾ ഇവൺ ഞാൻ പറയുന്ന ഏതെങ്കിലും സൗണ്ട്സ് ക്ലിയർ അല്ല, ചിലപ്പോൾ ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്. കാരണം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എത്രത്തോളം അത് ക്ലിയർ ആകും എന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട് അല്ലെ. ശരിക്കും ഓഫ്ലൈൻ എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം നമുക്ക് കുറച്ചുകൂടെ അത് നമ്മൾ ക്ലിയർ ആകിയിരിക്കും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യിക്കാനും പറ്റും, നിങ്ങളെ കൂടെ പറയിപ്പിക്കാനും. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ എനിക്ക് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നതാണെങ്കിൽ എനിക്ക് ഇത് വ്യക്തമായി കേൾക്കണമെന്നില്ല. അതുപോലെ തന്നെയാണ് എന്റെ കാര്യം. അതുകൊണ്ട് മാക്സിമം ഞാൻ എടുക്കുന്ന ക്ലാസ് എടുക്കുന്നത്, അത് കൂടാതെ നിങ്ങൾ ഒരുപാട് ഫോണിറ്റിക്സിനെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യുക, അത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക. ലെറ്റേഴ്സ് എന്തെങ്കിലും സൗണ്ട്സ് എന്തെങ്കിലും ടൗൺസ് എന്തെങ്കിലും അതുപോലെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ സൗണ്ട്സ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമല്ലോ. സോ അതേപോലെ തന്നെ പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ. റെഡിയാണോ? ക്ലാസ് കേൾക്കാൻ റെഡിയാണോ? ബോറടിക്കുന്നുണ്ടോ? ഓക്കെ. ബോറിംഗ് ഒന്നുമില്ല. ക്ലാസ്സിൽ ഓക്കെ ആണോ? കംഫർട്ടബിൾ ആണോ ക്ലാസ്? ഫസ്റ്റ് ടൈം ആണ്, എനിക്ക് അറിയില്ല നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. സോ മാക്സിമം ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ബോറടിക്കാതെ ക്ലാസ് കൊണ്ടുപോകാൻ നോക്കാം. മാക്സിമം ഞാൻ നോക്കാം. ഓക്കെ. അപ്പൊ ഫോണിറ്റിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ലാംഗ്വേജിനെ കുറിച്ച് പറയുകയാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു അൺഫോണറ്റിക്കൽ ലാംഗ്വേജ് ആണ്. ബിക്കോസ് നമ്മുടെ എഴുതിയ പോലെ വായിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല ഇത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കാരണം എല്ലാ വേർഡ്സും ചിലപ്പോൾ സെയിം സ്പെല്ലിംഗ് ഒക്കെ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വരാം. പക്ഷെ എഴുതിയ പോലെ വായിക്കുകയാണോ നമ്മൾ ചെയ്യുക? ഒരിക്കലും അല്ല കേട്ടോ. അതിന് 2 എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 വേർഡ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചേ. പുട്ട്, ബട്ട്. പുട്ട് ആൻഡ് ബട്ട് അല്ലെ. രണ്ടും സ്പെല്ലിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ്? വ്യത്യാസം ഉണ്ടല്ലേ. പുട്ട് ആൻഡ് ബട്ട്. അതാണ് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു അൺഫോണറ്റിക്കൽ ലാംഗ്വേജും കൂടെയാണ്. ഓക്കെ. എഴുതിയ പോലെ വായിക്കാൻ പറ്റാത്ത ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഏകദേശം ഫോണിറ്റിക്സിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് വന്നല്ലോ അല്ലെ. ഓക്കെ. ദെൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. And now let's discuss about the classification of speech sounds. So classification എന്താണ്? സൗണ്ട്സ് എത്ര സൗണ്ട്സ് ആണുള്ളത്? 44 സ്പീച്ച് സൗണ്ട്സ് ആണുള്ളത്. ഈ ടേബിൾ വേണമെങ്കിൽ ഒന്ന് വരച്ചു വെക്കൂ കേട്ടോ. നോട്ട്ബുക്കിൽ ടേബിൾ ഒന്ന് വരയ്ക്കാം. എഴുതുന്നുണ്ടല്ലോ. എഴുതി കഴിയുമ്പോ ഒന്ന് പറയണോ കേട്ടോ.
there are 44 speech sounds and classified into vowel and consonants, divided into vowels and consonants. And vowels also divided into pure vowels and diphthongs. Pure vowels divided long vowels and short vowels. Okay. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഫോണിറ്റിക്സ് പറയുന്നത് ഫോണിറ്റിക്സ് ലാംഗ്വേജിൽ അപ്പൊ 44 അല്ലെ 44 സ്പീച്ച് സൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ സൗണ്ട്സ് എന്നാണ് പറയാൻ പറ്റും, ലെറ്റേഴ്സ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, കാരണം എല്ലാം സൗണ്ട്സ് ആണ്. 44 സ്പീച്ച് സൗണ്ട്സ് ആണുള്ളത്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 26 ആൽഫബറ്റ്സ് ആണുള്ളത് അല്ലെ. അപ്പോ അതില് ഈ 44 സൗണ്ട്സില് 20 വോവൽസും 24 കോൺസണന്റ് സൗണ്ട്സ് ആണ് അല്ലെ. അപ്പൊ ഈ 20 വോവൽസ് നമ്മുടെ ആൽഫബറ്റ്സില് എത്രയാണ്? എത്ര വോവൽസ് ഉണ്ട്, എത്ര കോൺസണന്റ്സ് ഉണ്ട്? അറിയില്ല. 5 vowels and 5 vowels and 21 consonants. Okay. അപ്പൊ ഈ 5 വോവലിൽ നിന്നാണ് ഈ 20 വോവൽ സൗണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ 5 ആൽഫബറ്റ്സ് വോവൽസ് ഉണ്ടല്ലോ, എ ഇ ഐ ഒ യു. ആ എ ഇ ഐ ഒ നിന്നാണ് ഈ പറയുന്ന 20 വോവൽ സൗണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ. നമുക്ക് നമ്മുടെ 5 വോവൽസ് എ ഇ ഐ ഒ യു നമുക്ക് പറയണമെങ്കിൽ മുഖത്തിൽ പ്രത്യേകിച്ച് ഫ്രിക്ഷൻസോ ഒരു ഒന്നിനും ആവശ്യമില്ല, നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യം. നമുക്ക് സിമ്പിൾ ആയിട്ട് കൂൾ ആയിട്ട് പറയാൻ പറ്റും എ ഇ ഐ ഒ യു അല്ലെ. ഒന്ന് പറഞ്ഞു നോക്കിയേ, എ ഇ ഐ ഒ യു. ഇത് സിമ്പിൾ ആണ് പറയാൻ അല്ലെ. പ്രത്യേകിച്ച് ഒരു ഫ്രിക്ഷൻസ് ഒന്നുമില്ല, മൗത്തിൽ വരുന്നില്ല, ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒരുപാട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. ഒരു വ്യത്യാസം ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഈ 5 വോവൽസും നമുക്ക് എന്താണ് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു 5 വോവൽസിൽ നിന്നാണ് 20 വോവൽസ് വന്നിരിക്കുന്നത്, സൗണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ. ദെൻ വോവൽസിനെ തന്നെ നമ്മള് പ്യൂർ വോവൽസ് എന്നും ഡിഫ്തോങ്സ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതില് പ്യൂർ വോവൽസും ഡിഫ്തോങ്സിനെ നമുക്ക് മോണോഫ്തോങ് എന്ന് പറയാം കേട്ടോ. പ്യൂർ വോവൽസ് ആൻഡ് മോണോഫ്തോങ് ഓർ ഡിഫ്തോങ്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ. എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. ഡിഫ്തോങ്ങിന്റെ മറ്റൊരു പേരാണ് എന്ത്? മോണോഫ്തോങ്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കേൾക്കുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറയണ്ട. Diphthongs is also called as monophthong. Diphthongs അല്ല കേട്ടോ, പ്യൂർ വവൽസിനെയാണ് മോണോഫ്തോങ് എന്ന് പറയാം. മോണോഫ്തോങ് ആൻഡ് ഡിഫ്തോങ്. ഓക്കെ. പ്യൂർ വവൽസ് അഥവാ മോണോഫ്തോങ് എന്നാണ് പറയാ കേട്ടോ. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയാണ്, സോറി. മോണോഫ്തോങ് വവൽസ് 20 എന്നുണ്ടല്ലോ, അത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യോ? അത് മനസ്സിലായില്ല. ഓക്കെ. അതായത് ഇപ്പോ നമുക്ക് 44 സ്പീച്ച് സൗണ്ട്സ് ഉണ്ട്. ഈ 44 സ്പീച്ച് സൗണ്ട്സിനെ 20 വവൽസ് ആയിട്ട് 24 കോൺസണന്റ് സൗണ്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതിൽ ഇപ്പോഴത്തെ പോർഷൻ എടുക്കണം, അതിൽ വവൽസിന്റെ പോർഷൻ എടുക്കുകയാണെങ്കിൽ വവൽസിനെ 12 പ്യൂർ വവൽസും 8 ഡിഫ്തോങ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ പ്യൂർ വവൽസിനെ നമുക്ക് മോണോഫ്തോങ് എന്നും പറയും. മനസ്സിലായോ? മോണോഫ്തോങ്സ് ആൻഡ് ഡിഫ്തോങ്സ് എന്നും പറയും. Pure vowels is also called as monophthong. Monophthong അല്ലെങ്കിൽ pure vowels. Okay. So monophthong or diphthong ആയിട്ട് vowelsനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Okay. Clear ആയോ? Yes ma'am. Yes. ഇതൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നെക്സ്റ്റ് പ്യൂർ vowels. പ്യൂർ vowelsനെ ലോങ് vowels ആൻഡ് ഷോർട്ട് vowels നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയോ? Yes. Okay. Any next?
ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇഷ്യൂസ് വന്നുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് മാം ഡിഫ്തോങ് ആണ് മോണോഫ്തോങ് എന്ന് പറഞ്ഞത്. ഇല്ലല്ല, പ്യൂർ വൊവൽസ് ഓർ ഡിഫ്തോങ്സ് എന്നാണല്ലോ പറഞ്ഞത് അല്ലെ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരെണ്ണം പ്യൂർ വൊവൽസും ഡിഫ്തോങ് ആണ്. അപ്പൊ പ്യൂർ വൊവലിനെയാണ് മോണോഫ്തോങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ, ഇനി സൗണ്ട്സ് നോക്കാം. ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി എഴുതി. അതിൽ വൊവൽസ് ആണ് പറഞ്ഞത് അല്ലെ. ഫസ്റ്റ് വൊവൽസ് ആണ്. വൊവൽസിൽ ഏതാണ്? പ്യൂർ വൊവൽസ് ഉണ്ട്, ഡിഫ്തോങ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇതിന്റെ 20 വൊവൽസ് വരുന്നത്. ഓക്കെ, അതിലെ പ്യൂർ വൊവൽസ് അഥവാ മോണോഫ്തോങ് ഏതൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഞാൻ എഴുതിയ നോട്ടാണ്. എത്രത്തോളം ക്ലിയർ ആകും എന്ന് എനിക്ക് അറിയില്ല. അല്ലാതെ ഒറിജിനൽ ആയിട്ട് എഴുതിയത് ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യാം എങ്ങനെയൊക്കെയാണ് എഴുതുന്നതെന്നും നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. കാരണം എനിക്ക് എഴുതി കാണിക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അല്ലെ. അറിയാം, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എഴുതി കാണിക്കുന്നതൊക്കെ അത്രയും പോസിബിൾ അല്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ പറഞ്ഞു തരാം. സോ നിങ്ങളും കൂടെ ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാണ്? വൊവൽസ് എന്ന് പറയുമ്പോൾ പ്യൂർ വൊവൽസ് ആണ്. ലെറ്റേഴ്സ് അല്ലാണ്ട് ഇതൊക്കെ സൗണ്ട്സ് ആണ്. തൽക്കാലം നമ്മൾ ലെറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഒരിക്കലും നിങ്ങൾ ലെറ്റേഴ്സ് എന്ന് പറയാൻ പാടില്ല കേട്ടോ. അതെല്ലാം സൗണ്ട്സ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സൗണ്ട് ഇത് ഞാൻ മലയാളത്തിൽ ഇവിടെ സൗണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് തന്നെയല്ല കേട്ടോ കറക്റ്റ്. ജസ്റ്റ് ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ മലയാളത്തിൽ സൗണ്ട് എഴുതിയത്. പക്ഷെ അങ്ങനത്തെ സൗണ്ട് അല്ല. അത് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും, മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് വൺ ആ സൗണ്ട് ആണ്. നോട്ട് ആ ആയല്ല കേട്ടോ. നമ്മൾ മലയാളത്തിൽ പറയുന്ന ആയല്ല, ആ കുറച്ചുകൂടെ ഓപ്പൺ ആവും കേട്ടോ. നമ്മുടെ മൗത്തിൽ അകത്ത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടാ പറയും. ആ സൺ, സൺ. ഓക്കെ, സൺ, ഫൺ, സമ്മർ, സമ്മർ. ആ സൗണ്ട് ആണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ? എന്റെ കൂടെ തന്നെ പറഞ്ഞു കേട്ടോ. ആ സൗണ്ട്. ഓക്കെ,
മലയാളത്തിൽ ആയ അല്ല കേട്ടോ, ഇപ്പോഴും ഞാൻ പറയാണ് മലയാളത്തിൽ ആയ അല്ല, കുറച്ച് ഓപ്പൺ ആയിട്ട് പറയേണ്ട ഒരു സൗണ്ട് ആണ്. നമ്മൾ തൊണ്ട ആ ഒരു പോർഷനിൽ, ത്രോട്ടിന്റെ പോർഷനിൽ കുറച്ച് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു സൗണ്ട് ആണ് ആ സൗണ്ട്. നിങ്ങളുടെ മക്കള് പഠിക്കുന്നുണ്ടോ അല്ലെ? നമ്മൾ LKG മുതൽ ഇപ്പൊ ഫോണിറ്റിക്സ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കാം മേ ബി തോന്നുന്നു. സോ മക്കളെ പഠിക്കുമ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി എല്ലാവരും സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പഠിച്ചൊരു സിലബസേ അല്ല ഇപ്പോൾ ഉള്ളത്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ആ സൗണ്ട് സൺ, ഫൺ, സമ്മർ, a sound. Next ആമി, ആമി. അതും കുറച്ച് ഓപ്പൺ ആയിട്ട് കുറച്ചൊരു ലോങ് ആയിട്ട് പറയുന്ന ഒരു സൗണ്ട് ആണ്. ആമി, ആർ, army. Okay, it's like sound. Then apple. ഇത് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, നമുക്ക് മലയാളത്തിൽ എങ്ങനെ എഴുതാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സൗണ്ട് ഏപ്പർ, നോട്ട് എ അല്ല കേട്ടോ. എയും ആയും കൂടെ മിക്സ് ചെയ്തൊരു സൗണ്ട് ആണെന്ന് പറയാം കേട്ടോ. ഏപ്പർ, മാൻ, anchor, ബാങ്ക്, നോട്ട് ബാങ്ക് എന്നല്ല നമ്മൾ പറയാം അല്ലെ, ബാങ്ക് അല്ലേ, ബാങ്ക്. സോ ആ ഒരു എ സൗണ്ട് അവിടെ വരുന്ന ആ വേർഡ്സിൽ വരുന്ന എ ഇല്ലേ, എക്ക് വരുന്ന സൗണ്ട്സ് ആണ് പറയുന്നത്. ആപ്പിൾ, മാൻ, anchor, bank. Here, then E sound, just E, word B. Okay, so bit, sit, different, kit, so like E sound. Then eat, see, sleep. കുറച്ചുകൂടെ നമ്മൾ ലോങ് അല്ലെ, കുറച്ചുകൂടെ ലോങ്ലി നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു സൗണ്ട് ആണ് ഇ അല്ലെ, ഈറ്റ്. സൗണ്ട് sugar, ഉ സൗണ്ട് വരുന്നതിന് അവിടെ കേട്ടോ. sugar, could and good. Okay, good. So u sound. And the next one is അല്ലെ, food. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഫുഡ്. No, not like that. Okay, it's not food. It's a food. അതുകൊണ്ടാണ് foodie എന്ന് പറയുന്നത്. അവനൊരു foodie ആണ്, she is foodie എന്ന് പറയാം അല്ലെ. അപ്പൊ food ആണ്, not food. It's a food. And moon, shoot. Food, moon, shoot. Okay, and next one, it's a sound, opinion. It's a opinion, not opinion അല്ലെ. It's a opinion. Out. Office, not office. നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ഓഫീസ് എന്ന് എഴുതാം അല്ലെ, തെറ്റാണ് കേട്ടോ. It's a office ആണ്, just office. And orange. അത് ബി പോലെ ഡി ആണോ, അത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഡി ഇതിലൊരു കുനിപ്പുണ്ട്, ഡിക്ക് മുകളിലായിട്ട് ഒരു കുനിപ്പ് വരുന്നുണ്ടേ, അങ്ങനെയാണ് എഴുതാം. ഇതിന്റെ ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ എഴുതിയപ്പോ അങ്ങനെ എഴുതാണ്, ഒറിജിനൽ ഇവിടെ ഉണ്ട്. മാം ഈ നോട്ട് ഷെയർ ചെയ്യോ ക്ലാസ് റൂമില്? ഷെയർ ചെയ്യോ കേട്ടോ, ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യോ കേട്ടോ. എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, പ്രൊനൗൺസ് ചെയ്യും. അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. നോക്കൂ കേട്ടോ, ഇവിടെ ലെറ്റർ ഒക്കെ ശരിക്കും കാണുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഇവിടെ ഒരു ടി കണ്ടോ നിങ്ങള്, ഒരു ടി കണ്ടോ, 4th one കണ്ടോ, അതാണ് കേട്ടോ കറക്റ്റ്. അവിടെ ജസ്റ്റ് ഒരു കുനിപ്പ് വരുന്നുണ്ട്, ഡി ആണെങ്കിൽ ഒരു കുനിപ്പ് വരുന്നുണ്ട്, അതാണ് ഓ സൗണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒറിജിനൽ വേർഷൻ. ഇങ്ങനെ തന്നെ നോക്കി എഴുതാം, ഞാൻ എഴുതുമ്പോൾ ആ രീതിയിലായിരുന്നേ ഉള്ളൂ. ഓക്കെ, പലരും എഴുതുമ്പോൾ പല രീതിയിലേക്ക് പോകും, എന്നാലും മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ ആണ്. നെക്സ്റ്റ് orange, over. Okay, and elephant, pet. ഒരു എ സൗണ്ട് വരുന്നുണ്ട് അല്ലെ, pet, cat, elephant. So a sound. And ബാക്കി രണ്ടതിന്റെ സൗണ്ട് എഴുതാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക്. സോ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വേർഡിന്റെ താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു പോർഷനിലാണ് ഈ സൗണ്ട് സ്ട്രെസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ father, mother, brother. ഓക്കെ, ആ ഒരു ഈ സൗണ്ടിനാണ് അവിടെ ആ സൗണ്ട്, ആ ഒരു ഈ ലെറ്ററിന്റെ സൗണ്ട് ആണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. സോ father, എന്നൊരു സൗണ്ട് വരും, mother, brother. Okay, and next one, the girl. Sound ആണ്, girl, bird, cat. Okay,
അപ്പൊ ഇത്രയും സൗണ്ട്സ് ഓക്കെ ആണോ? പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടൂ. ജസ്റ്റ് എന്റെ കൂടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു മസ്റ്റ് പ്രാക്ടീസ് റെഗുലർലി. ഓക്കെ, ഓരോ വേർഡ്സും ഇപ്പൊ ഞാൻ ഓരോ സൗണ്ട്സ് ആണ് ഞാനിപ്പോ പറയുന്നത്. നമ്മൾ ജോയിൻ ചെയ്യും അല്ലെ. ഒരു വേർഡ് പറയുമ്പോൾ ഓരോ ലെറ്റേഴ്സിലും സൗണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വരാം. ഓക്കെ, അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കറക്റ്റ് ആയിട്ട് ഞാൻ പറയാവേ. നെക്സ്റ്റ് ഇത് പ്യൂർ വവൽസ് ആണ്. നെക്സ്റ്റ് ഡിഫ്തോങ്സ് ആണ് കേട്ടോ. ഡിഫ്തോങ്സ് രണ്ട് സൗണ്ട്സ് കൂടി ജോയിൻ ചെയ്തൊരു സൗണ്ട്സ് ആണ് ഡിഫ്തോങ്സ്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ച ഏതാണ്? മോണോഫ്തോങ് ആണ്, പ്യൂർ വവൽസ് ആണ്. നെക്സ്റ്റ് വൺ ഡിഫ്തോങ് ആണ്. ഡിഫ്തോങ്ങിന് ഗ്ലൈഡ്സ് എന്നും പറയാൻ പറ്റും കേട്ടോ. അപ്പൊ സൗണ്ട് ഓക്കെ, angel, angel. Okay, so angel, eight. അപ്പൊ a സൗണ്ട് ആവരെ a. Okay, and the next oil, boy, soil, coin. oil sound ആണ്. Then I, my, fine, mine. It's I sound. I. Okay, then ear, അല്ലെ, ear, here, tear. It's a ear sound. And air, fair, hair. Okay, air, fair, hair. Then poor, sure, pure. A sound on it. Then owl, bowl, crowd, owl. Then ao. നമ്മൾ എങ്ങനെയാ പറയാ? ഈ താഴെ കാണുന്ന വേർഡ്സ് എങ്ങനെയാ പറയാ എന്ന് പറഞ്ഞേ. ജസ്റ്റ് നിങ്ങളൊന്ന് പറയൂ. എന്നോ ആൻഡ് ജിയോ എന്താ പറയാ? നിങ്ങൾ നോർമലി പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ എല്ലാവരും നോർമലി പറയുന്നത് എങ്ങനെയാണ്? പറയൂ, പറഞ്ഞോളൂ. ആ സൗണ്ടിൽ തന്നെ പറയണമെന്നില്ല. നമ്മൾ നോർമലി പറയുന്നത് എങ്ങനെയാണ്? അല്ലേ, നോ ആൻഡ് ഗോ. ഇങ്ങനെയല്ലേ നമ്മൾ പറയാ? ശരിയല്ലേ? എന്താണ് റെസ്പോൺസ് ഒന്നുമില്ലല്ലോ. റെസ്പോണ്ട് ചെയ്യൂ. ശരിയാണ്. നോ ആൻഡ് ഗോ എന്നാ പറയാം. അത് അങ്ങനെയല്ല കേട്ടോ ശരിക്കും പറയുന്നത്. now. Okay, I don't know എന്നാ പറയാം. I can go now. Go ആണ്, not go. I don't want to go there. Okay, I don't want to go there. Let's go. കേട്ടിട്ടുണ്ടോ? Let's go. നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് കാണുകയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യൂ കേട്ടോ. അവരെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. കറക്റ്റ് ഇങ്ങനെയാണ്. ഇറ്റ്സ് ഗോ, നോട്ട് ഗോ. ലെറ്റ്സ് ഗോ എന്നാ പറയാ. അതുപോലെ I don't know എന്ന് പറയാ. നോ, NOW നൗ വേറെ, ഇത് വേറെ. ഓക്കെ, ഏകദേശം പ്രൊണൗൺസിയേഷൻ ഏകദേശം സെയിം ആണ്. നൗ നോ അല്ല കേട്ടോ, ഒരിക്കലും നോ അല്ല. നൗ. ഇനി cow. ഓക്കെ, അപ്പോ മോണോഫ്തോങ്സ് ആൻഡ് ഡിഫ്തോങ്സ് സൗണ്ട്സ് ക്ലിയർ ആണോ? ക്ലിയർ? പ്രാക്ടീസ് ചെയ്താലേ കിട്ടും. പ്രാക്ടീസ് ചെയ്താൽ കിട്ടുമല്ലോ കേട്ടോ. ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ എനിക്ക് അറിയില്ല എത്രത്തോളം നിങ്ങൾ ക്ലിയർ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ പ്രാക്ടീസ് ചെയ്താൽ ക്ലിയർ ആയിരിക്കും കേട്ടോ. നന്നായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത്രയും പോർഷൻസ് ആണ് നോക്കിയത്. വോവൽസിൽ തന്നെ പ്യൂർ വോവൽസ്, ഡിഫ്തോങ്സ്, ഈ രണ്ടും. ഡിഫ്തോങ് ഒന്നും കൂടി കാണിക്കാന്ന് എഴുതിയെടുക്കട്ടെ. ക്ലിയർ ആയി? എന്തോ ക്ലിയർ അറിയില്ല കേട്ടോ. ഡിഫ്തോങ് ഇല്ലേ, അത് കുറച്ചും കൂടി എഴുതാണ്ടോ? ഒന്ന് കാണിക്കോ പേജ്? കാണിക്കും. ഇപ്പോ നമ്മള് വോവൽസ് 20 വോവൽസ് ആണുള്ളത്. അതില് 12 പ്യൂർ വോവൽസും 8 ഡിഫ്തോങ്സ് ആണ്. ഇത് രണ്ടും കൂടുമ്പോഴാണ് വോവൽസ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ വോവൽസിന്റെ പ്യൂർ വോവൽസ്, ഡിഫ്തോങ്സ് ഇത്രയും പോർഷൻസ് നോക്കി. ഇനിയുള്ളത് ഏതാണ്? ലോങ് വോവൽസ് 5 ഷോർട്ട് വോവൽസ് 7 അല്ലെ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഡിഫ്തോങ്സ് എഴുതിക്കോളൂ കേട്ടോ. ഇതില് പ്യൂർ വോവൽസിലാണ് ലോങ് വോവൽസും ഷോർട്ട് വോവൽസും ഉള്ളത് അല്ലെ. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറഞ്ഞു അല്ലെ. പ്യൂർ വോവൽസ് എടുത്തപ്പോ ഞാൻ പറഞ്ഞു കുറച്ച് ലോങ്ലി നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നതാണ് അല്ലെ. ഏതൊക്കെയായിരുന്നു? ആ, ഇ, ഉ, ഓ. ഇതൊക്കെ എന്താണ്? ലോങ് വോവൽസ് ആണ്. കുറച്ച് ലോങ് ആയിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതെല്ലാം എന്താണ്? ലോങ് വോവൽസ്. ഷോർട്ട് വോവൽസ് just e, u, a, o, a sound. ഇതൊക്കെ ഏതാണ്? ഷോർട്ട്. ക്ലിയർ? ഏതൊക്കെയാണ് വോവൽസ് എന്നും ഏതൊക്കെ പ്യൂർ വോവൽസ് ആൻഡ് ഡിഫ്തോങ്സ് ആൻഡ് ഷോർട്ട് വോവൽസ് ആൻഡ് ലോങ് വോവൽസ്, ഇതെല്ലാം ക്ലിയർ ആയല്ലോ. ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നില്ലേ? ബാക്കിയെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ.
ടൈം ഉണ്ടെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഓക്കെ, മാം ഇതിന്റെ നോട്ട് ക്ലാസ് റൂമിൽ ഇടുന്നുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുത്താൽ ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. അയ്യാ ഞാൻ ക്ലാസ് റൂമിൽ നോട്ട് അപ്ലോഡ് ചെയ്യും. കാരണം നോട്ട് എഴുതാൻ ഞാനിപ്പോ പറയുന്നില്ല, കാരണം എഴുതിയാല് അത്രയും ടൈം നമ്മുടെ പോകും. എന്തായാലും ക്ലാസ്സിൽ ഇപ്പൊ കാണുന്ന നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എല്ലാ നോട്ട്സും ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, മാം ഊ ആന്ന് എഴുതിയിട്ടില്ലേ, അത് ഏന്നാണോ അതിന്റെ ഇത് ലെറ്റർ നമ്മള് അങ്ങനെ എഴുതേണ്ടത്? ഏ പോലെയാണോ? ഏതായിരുന്നു? ഊ ആന്നങ്ങനെ പൂവർ, പൂവർ ആണോ? ആ അതെ, അതിന്റെ മറ്റേ സിമ്പൽ ഇല്ലേ, അത് എ ആണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എ ആണെന്ന് ചോദിച്ചാല് സൗണ്ട് ആണോ? എഴുതുന്ന എങ്ങനെയാണെന്നാണോ? ആ അതെ അതെ. ആ സെയിം തന്നെയാണ്. എ അല്ല കേട്ടോ, എ സൗണ്ട്. ഇവിടെ കണ്ടോ? ഇതിൽ കണ്ടോ? കാണുന്നുണ്ടോ? മൗസിൽ ആരോമാർ കാണുന്നുണ്ടോ നിങ്ങള്? ആ ഓക്കെ, ആ ഐ സൗണ്ട് വരുന്നുണ്ടോ? ഐ അതിൽ വരുന്ന സൗണ്ട് ആണ്. അതിൽ ഫസ്റ്റ് ഒരു ലെറ്ററിലെ സൗണ്ട് കണ്ടോ? ആ ലെറ്റർ കണ്ടോ? ആ സൗണ്ട് അതാണ്. നിങ്ങൾ ഇത് എഴുതണമെന്നില്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, അത്രയും കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, ഇവിടെ കണ്ടോ? ഈ സൗണ്ട് കണ്ടോ? പൂർ കണ്ടോ? 18th 1 ഇങ്ങനെയാണ് എഴുതാ. പൂർ ചൂർ കണ്ടോ? 18th 1 എഴുതാ. നിങ്ങൾ ഇത് നോക്കി എഴുതിയാൽ മതി. ഞാൻ എന്റെ നോട്ട്സിൽ നോക്കണമെന്നില്ല കേട്ടോ. ഇത് നോക്കി എഴുതാ. Day, sky, boy, bear, bear, tor, cow, cow. ഓക്കെ, ഇത് നോക്കി എഴുതിയാലും മതിയേ. എഴുതിക്കുന്നുണ്ടോ? ഇനി നമുക്ക് ഈ ഫോണിറ്റിക്സ് എഴുതാൻ പറ്റും. ഈ ലെറ്റേഴ്സ് ഈ സൗണ്ട്സിനൊക്കെ ബേസ് ചെയ്ത് ജോയിൻ ചെയ്തതിന് ഒരു വേർഡ് കിട്ടും. സോ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നത് സ്ലൈഡ്. അതിനെ നമ്മൾ പറയാം എന്താണ്, ഒരു ലൈക്ക് സ്റ്റാൻഡ് ലൈൻ. ഓക്കെ, സോ നമ്മളൊരു ലൈൻ കണ്ടോ? നിങ്ങൾ സ്ലാഷ് പോലത്തെ ലൈൻ കണ്ടോ? ആ ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളെല്ലാം നോട്ടിൽ കാണുന്നത് ലൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ എന്തെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ കോമയോ ഇടണമെങ്കിൽ നമുക്ക് അത് ഡബിൾ ലൈൻ ആക്കണം. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ഒരു സെന്റൻസ് എഴുതി പോവാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണം. ഐ തിങ്ക് ഒരു ഫുൾ സ്റ്റോപ്പോ എന്തെങ്കിലും. പക്ഷെ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നില്ല. സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് ഒരു കുത്തോ കോമയോ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ലൈൻ വരയ്ക്കാം. ഓക്കെ, ദെൻ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയി എന്നർത്ഥം വരുമ്പോ അങ്ങനെ വരുന്നത് ഒറ്റ ലൈൻ വരച്ചുകൊണ്ടാണ് അത് സെൻസ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഫോണിറ്റിക്സ്, ഈ ഫോണിറ്റിക്സ് ലാംഗ്വേജ് ലെറ്റേഴ്സ് വെച്ച് അല്ലെങ്കിൽ സൗണ്ട്സ് വെച്ച് നമ്മൾ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈൻ വെച്ചിട്ട് അതിനിടയിൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡബിൾ ലൈൻ വെക്കുക. ദെൻ ആ സെന്റൻസ് കംപ്ലീറ്റ് ആയാല് നമ്മൾ ഒരു ലൈൻ വെച്ചിട്ട് അവസാനിപ്പിക്കും. അങ്ങനെയാണ് എഴുതി പോവാട്ടോ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പഠിച്ചത് വൊവൽസ് ആണ് അല്ലെ? വൊവൽസ് പഠിച്ചു. ഇനി ഏതാണ്? കോൺസണന്റ് സൗണ്ട്സ് ആണ് അല്ലെ? ക്ലാസിഫിക്കേഷനിലെ വൊവൽസിലെ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. വൊവൽസ് എന്താണ്? ഡിവൈഡഡ് പ്യൂർ വൊവൽസ് പഠിച്ചു, മോണോഫ്തോങ്സ് പഠിച്ചു, ഡിഫ്തോങ്സ് പഠിച്ചു. അതിൽ തന്നെ പ്യൂർ വൊവൽസിൽ ലോങ് വൊവൽസ് ആൻഡ് ഷോർട്ട് വൊവൽസ് പഠിച്ചു. ഇതില് ഷോർട്ട് വൊവൽസ് കണ്ടോ? അ ഷോർട്ട് ആണ് അല്ലെ? അ, ഇ, ഉ, ഓ, എ. ഇതൊക്കെ എന്താണ്?
ഷോർട്ട് വവൽസ് ആണ്. ഇവിടെ കണ്ടോ, ഇത് ഷോർട്ട് വവൽസ് ഏതൊക്കെയാണ്? ഇ, എ, മറ്റേ ആപ്പിൾ അല്ലെ, ആ ഒരു ഷോർട്ട്. ഓ, ആ, ഉ, ആ. ഓക്കെ, ഇത്രയും സൗണ്ട്സ് എന്താണ് ഷോർട്ട് വവൽസ്, ആൻഡ് ഇത്രയും വവൽസ് ലോങ് വവൽസ് ആണ്. ഏതൊക്കെയാണ്? ഇ, ആ, ഉ അല്ലെ, ഓ, ഉ. ഓക്കെ, ആ സൗണ്ട് ആണ്, ആ സൗണ്ട് ആണ്. അങ്ങനെ 5 എണ്ണം എന്താണ് ലോങ് വവൽസ് ആണ്. സോ 7 ഷോർട്ട് വവൽസ്. ഓക്കെ, അപ്പൊ ലോങ് വവൽസ് നോക്കി, ഷോർട്ട് വവൽസ് നോക്കി, ഡിഫ്തോങ്സ് നോക്കി, ദെൻ പ്യുവർ വവൽസ് നോക്കി. ഇനി ഏതാണുള്ളത്? ഇനി കോൺസണന്റ് സൗണ്ട്സ് ആണ് അല്ലെ. കോൺസണന്റ് ലെറ്റേഴ്സ് നമുക്ക് അറിയാം സെയിം, അതിൽ പ്രത്യേകിച്ച് ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല കേട്ടോ, ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതില് ഫസ്റ്റ് ഏതാണ് നോക്കിയ വെച്ചാ പ്. ഒരു ലെറ്റേഴ്സിലല്ലാട്ട് ഫോളോ ചെയ്യുന്നേ, നോർമലി ഞാൻ പറയുന്നതാണേ. ഇവിടെ ഉണ്ട് പ്, കണ്ടോ? പി സൗണ്ട് ആണ് കേട്ടോ. പി സൗണ്ട് എന്താണ്? പ് സൗണ്ട് ആണ് കേട്ടോ. നോട്ട് പി, പി എന്നല്ല, പെറ്റ്, 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 എന്ന് പറയണം. ഓക്കെ, then b sound, not b, it's a b, bit, bit, bat, bat, b sound വരണം കേട്ടോ. നമ്മുടെ ഏത് വേർഡ്സിലും ഇങ്ങനത്തെ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സൗണ്ട് പ്രൊണൗൺസ് ചെയ്തേ പറ്റൂ. ഓക്കെ, അല്ലാതെ നമുക്ക് ആ വേർഡ് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ആണ് കേട്ടോ. വലിയ മിസ്റ്റേക്ക് ഒന്നല്ല, പക്ഷെ പ്രൊണൗൺസിയേഷനിൽ മിസ്റ്റേക്ക് വരും. ഓക്കെ, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ടി ആണ്. നമ്മുടെ നാക്ക് വളച്ചിട്ടാണ് നമ്മൾ ടാ പറയാം. മലയാളത്തിൽ പഠിച്ച അങ്ങനെയാണ് എല്ലാവരും അല്ലെ, അങ്ങനെ തന്നെയല്ലേ എല്ലാവരും പറയുന്നത്. ടാ എന്നല്ലേ പറയാ. സോ മലയാളത്തിൽ ടായ അല്ല കേട്ടോ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. കാറ്റില്ലേ, കാറ്റിന്റെ ടായാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മള് കാറ്റത് എങ്ങനെയാ പറയാം? ട് ആണ്, ആ സൗണ്ട് ആയിരിക്കണം പറയേണ്ടത്. ഓക്കെ, ഒരിക്കലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കി, സൗണ്ട് അല്ലെ, കാറ്റ്. സോ ആ ട് ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ട് എന്ന് പറയും, ട് എന്ന് പറയും. അങ്ങനെയല്ല. വാട്ടർ, വാട്ടർ, ടൈഗർ, ടൈഗർ, നോ ടൈഗർ, ടൈഗർ എന്ന് പറയാൻ പാടില്ല, ടായ് അല്ല. ഓക്കെ, ടൈഗർ, വാട്ടർ, സൗണ്ട്, ബെഡ്, ഞാൻ അവിടെ ഡ് എന്ന് എഴുതിയെങ്കിലും ഡ് എന്ന് പറയരുത് കേട്ടോ. നമ്മുടെ നാക്ക് പല്ലിനടിയിൽ വന്ന മുട്ട, എന്ന് പറയും. സൗണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ സ്ട്രെസ് കുറച്ച് പറയുന്നതാണ് സൗണ്ട്. ഓക്കെ, ബെഡ്, 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 ഡോങ്കി, ഡോങ്കി, ഡോങ്കി. ഓക്കെ, ആൻഡ് ക് സൗണ്ട് അറിയാലോ, ക്. കൈൻഡ്, കൈൻഡ്, king, king, kind, king. Okay, then good, great, great, good, God, then fan അല്ല, വരണം കേട്ടോ. എന്ന് പറയണം, fan, fan, fan. Okay, then van, van, van. Very good, very good. എന്നൊക്കെയാ നമ്മൾ പറയാം അല്ലെ. നമ്മളെല്ലാം വെസ്റ്റേൺ സ്പീക്കേഴ്സ് തന്നെയാ പറയാം. വെരി ഗുഡ്, നോട്ട് വെരി ഗുഡ്. വെരി ഗുഡ് എന്നല്ല, വെരി ഗുഡ്. ഒരു സൗണ്ട് വരും. think, think, think. തായ് അല്ല കേട്ടോ, ഞാൻ തീർന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയാണ്. think, നമുക്ക് ജസ്റ്റ് കുറച്ച് പുറത്തോട്ട് വരും കേട്ടോ. അത് താ പറയുന്നത്. think, think എന്നാ പറയാം, think. Then feather, feather, it's a feather, feather. അവിടെ ഏതൊക്കെ സൗണ്ട് വരണമെന്നറിയോ? എഫ് സൗണ്ട് വരണം. എ, ഇങ്ങനെ ആപ്പിൾ എന്ന് പറഞ്ഞൊരു എ ഉണ്ടല്ലോ, ആ സൗണ്ട് വരണം. അവിടെയാണ് വരാ. സൗണ്ട് സൗണ്ട് ഒക്കെ വരണം. അപ്പൊ എങ്ങനെയാ വരാ? ഫാദർ, ഫാദർ അല്ലെ, ഫാദർ. നമ്മളെന്താ പറയാ? ഫാദർ, ഫാദർ എന്നാ പറയാ അല്ലെ, ഫാദർ അല്ലെ, അങ്ങനെ അല്ലാണ്ടോ. ഫാദർ, ഫാദർ. ഓക്കെ, സിൻ, സൗണ്ട് ആണ്. സിൻ, സിൻ. Zoo, zoo, pizza,
അല്ലെ? ഇറ്റ്സ് എ പിസ്സ, നോട്ട് പിസ്സ. പിസ്സ ഇറ്റ്സ് എ പിസ്സ. പിസ്സ സൗണ്ട് ആണ് അല്ലെ? കുറച്ച് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സുഖമാണ് അല്ലെ? സൂ. മ ആണ്, മ സൗണ്ട്. മീൻസ് നമ്മുടെ മാ പറയുന്ന പോലെ തന്നെ മ. മൈൻ, മൈൻ, മൈൻ. ഓക്കെ, മൈൻ ആൻഡ് മൈ. മാംഗോ, മാംഗോ. മോ വരണം കേട്ടോ. Then no sound. No, no. Okay, no. Then song, song. No sound ആണ് കേട്ടോ. അത് song, song. King, king. Okay. Then love. It's love. Not love, love അല്ല. It's love. I love. Love ആണ് കേട്ടോ. Love. V sound ഒക്കെ വരണം കേട്ടോ. I love you. I love you. Love. Like. 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 എന്ന് പറഞ്ഞു. Okay. Then rat. It's a rat. റ് അല്ല കേട്ടോ. അവിടെ റ് സൗണ്ട് അല്ല. റായും കൂടെ മിക്സ് ചെയ്തൊരു സൗണ്ടിലാണ് നമ്മൾ റാ പറയാം. ഐ തിങ്ക് ആറ് പറയാം കേട്ടോ. റാറ്റ്, റാറ്റ്, റാറ്റ്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കുറച്ച് ലെറ്റേഴ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ടി സൗണ്ട്, ടി, ഡി, ദെൻ ആറ്. ഇത്രയും സൗണ്ട്സ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നന്നായി പ്രൊണൗൺസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന പോലെ തന്നെ സംസാരിക്കാൻ പറ്റും കേട്ടോ. അവിടെ എല്ലാ മലയാളീസും തെറ്റിക്കുന്ന 3 വേർഡ്സ് ലെറ്റേഴ്സ് ആണ് അത്. ടി സൗണ്ട്, ഡി സൗണ്ട്, റാ സൗണ്ട്, അങ്ങനെയല്ല പറയാം കേട്ടോ. സോ റാറ്റ്, റാറ്റ്. Read. You can read that. You can read that. Okay. Then walk. W നെ എന്താ പറയാ? Wa sound. So watch, watch, water. So water. Then ham, ham, ham. Ha, വരണം. Ham. Then yam, yam, ya sound. Yam. Okay. Then shadow, shadow, shadow. ആ മാം, No. മറ്റേ ആ യങ് ജെ അല്ലേ ലെറ്റർ, അത് എങ്ങനെ യു എന്ന് സൗണ്ട് വരുന്നു? അയ്യോ, അത് നമ്മുടെ ജെ അല്ലാട്ടോ. അത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ലാട്ടോ ഞാനിവിടെ എഴുതുന്നത്. നമ്മുടെ ഫോണിക്സ് സൗണ്ട്സ് ആണ് അതെല്ലാനും. ഒരിക്കലും നമ്മൾ ആൽഫബറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യല്ലേ. ഓക്കെ, യെസ്. അപ്പോ അത് ജെ ആണെങ്കിൽ നമ്മൾ ജെ അല്ല, സൗണ്ട് ആണ്. അതൊരു സൗണ്ട് ആണ്. അപ്പൊ ആണ്. ഓക്കെ. അപ്പൊ ആൽഫബറ്റ്സില് ഇങ്ങനെ നമ്മള് ജെ ജെ എന്ന് അങ്ങനെ പറയില്ല? അല്ലല്ല, അങ്ങനെയല്ല കേട്ടോ. ആ ഓക്കെ. ഇവിടെ ജ സൗണ്ട് എവിടെയാ വരുന്നത്? ഒരു D3 ചെയ്തേക്കണുണ്ടോ? D3 പോലെ ഉണ്ടാവും. അതാണ് ജ സൗണ്ട് കേട്ടോ. ജ, അതിന്റെ ലെറ്റർ ഇങ്ങനെയാണ് വരാം. സൗണ്ട് ഇങ്ങനെ എഴുതണ്ടേ. ഓക്കെ. യങ്, ഷാഡോ, പ്ലഷർ, പ്ലഷർ. ആ സൗണ്ടിലാണ് വരുന്നത്. പ്ലഷർ, പ്ലഷർ. ചാർജ്, ചാർജ്. ച സൗണ്ട്. ചാർജ്. ജഡ്ജ്, ജഡ്ജ്. ജ സൗണ്ട് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ വിചാരിച്ചത് ഒക്കെ ആൽഫബറ്റ്സ് ആണെന്നല്ല കേട്ടോ. അതൊന്നും ആൽഫബറ്റ്സ് അല്ല. സൗണ്ട്സ്. എല്ലാ സൗണ്ട്സ് ആണ്. ഓരോ ആൽഫബറ്റ്സ് ലെറ്റേഴ്സിന്റെയും സൗണ്ട്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നോട്ട് ആൽഫബറ്റ്സ്, ലെറ്റേഴ്സ്, സൗണ്ട്സ്. ഓക്കെ, ഇതൊക്കെ സൗണ്ട്സ് ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് കുറച്ചുകൂടെ ക്ലിയർ ആവണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഇതില് പെൻ, പെണ്ണിന് ഇതിയൊക്കെ കണ്ടോ? കണ്ടോ? പെൻ. സൗണ്ട്, സൗണ്ട്, ന സൗണ്ട്. പെൻ. കണ്ടോ? ബാറ്റ്. സൗണ്ട്, എ സൗണ്ട്, ദ സൗണ്ട്. ഇത് കൂടുമ്പോഴാണ് ബാറ്റ്. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള വേർഡ്സും റൈറ്റ് സൈഡിലുള്ളത് സൗണ്ട് ആണ്, പ്രൊണൗൺസിയേഷൻ ആണ്. സൗണ്ട്. ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന വായിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിയേഷൻ കിട്ടും. ഓക്കെ. അപ്പോ ബാറ്റ്, ടീ, ടീ. കണ്ടോ? ടീ. did, did. Cat, cat. Got, got. Chain, chain. ഇവിടെ എത്രയോ ഈ ലെറ്റേഴ്സിന് എല്ലാ പ്രൊണൗൺസിയേഷനും ആണ് ഓരോന്നും കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ജാം. കണ്ടോ? ജെ എങ്ങനെ എഴുതിയിരിക്കുന്നേ?
കണ്ടോ വ്യത്യാസം കണ്ടോ? jam, it's a jam. Then fall, it's a fall. Van, van, കണ്ടോ? tin, the tin. This, zao, it's a zao. Zoo, shoe, vision, hat, man, now, sing, leg, red, yes. കണ്ടോ yes കണ്ടോ? വൈക്കാണ് ആ ജെ വന്നിരിക്കുന്നത് അല്ലേ? yes. wet, see, happy, sit, tan, cat already പറഞ്ഞു. then feather എഴുതിയതുണ്ടോ? കണ്ടോ ബ്രാക്കറ്റിൽ 6 കൊടുത്തേക്കാൻ എന്താ? ഒരു സൈലന്റ് ആണെങ്കിൽ പോലും നമ്മളത് പറയുന്നുണ്ട്, കുറച്ച് ഉള്ളിലേക്കായിട്ട് നമ്മൾ പറയുന്നുണ്ട്. feather, coat, sow, put, actual, tooth, cup, bird, about, say, thou, far, now, boy, near, air, pure. Okay? Clear? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ? അതായത് നമ്മൾ എഴുതുന്ന വേർഡ്സ് നോർമലി ഇംഗ്ലീഷ് വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷൻ ആണ് ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് പ്രൊണൗൺസിയേഷൻ എഴുതാൻ പറ്റും. അങ്ങനെയാണ് എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഒരു ലൈൻസ് സ്ലാൻഡർ ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, അതിന് അവസാനിപ്പിക്കുമ്പോൾ സ്ലാൻഡർ ലൈൻസ് വെച്ചിട്ട് എൻഡ് ചെയ്യാം. അങ്ങനെയാണ് എഴുതാം. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ കാണുന്നത്. ഈ ആ വവൽസ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ സൗണ്ട്സ് വെച്ചിട്ട് പ്രൊണൗൺസ് ചെയ്യുകയാണെങ്കിൽ ഓരോ വേർഡ്സും നമുക്ക് കറക്റ്റ്ലി പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഫോണ്ടിക്സ് എന്താണെന്നും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്നും എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഏകദേശം ഐഡിയ കിട്ടിയോ? ഓക്കെ മാം, സ്ക്രീനിൽ കണ്ടപ്പോ മനസ്സിലാവുണ്ടത്. മാം പറയണേനും വ്യത്യാസമായിട്ട് സ്ക്രീനിൽ കാണിച്ചപ്പോ നന്നായിട്ട് ഐഡിയ കിട്ടി. യെസ്, അങ്ങനെയാണ് കേട്ടോ. കാരണം ഞാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. ഓരോ ഞാൻ ആദ്യം കാണിച്ച ഓരോ സൗണ്ട്സ് വെച്ചിട്ടാണ്, വോവൽസ് കോൺസണന്റ് ഓരോ സൗണ്ട്സ് വെച്ചിട്ടാണ്. ആ സൗണ്ട്സ് എല്ലാം ജോയിൻ ചെയ്തിട്ടാണ് ഇവിടെ ഓരോ വേർഡ്സ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ. ഓക്കെ, അപ്പൊ പ്രൊണൗൺസിയേഷൻ നമ്മള് സ്ഥിരം പറയുന്ന വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷൻ തന്നെയാണോ? ആണോ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഇത്രയും നാൾ ഇംഗ്ലീഷ് പറഞ്ഞതും പഠിച്ചതൊക്കെ തെറ്റല്ലേ? പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് അല്ലേ? ഓ, എല്ലാ വേർഡും ഓക്കെ. ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ കേട്ടോ. നമ്മൾ പറയുന്നതും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുമായ ഓരോ ഇംഗ്ലീഷ് വേർഡ്സിന്റെയും പ്രൊണൗൺസിയേഷൻ നന്നായിട്ട് കേൾക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും. അങ്ങനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനിയെങ്കിലും മിസ്റ്റേക്സ് പറയരുത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് ആണ്. സോ അവർ ശ്രദ്ധിക്കുന്ന, അവർ നമ്മളെ ഒരുപാട് നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ വന്നു, നിങ്ങൾ എന്നെ എന്തൊക്കെ നോക്കി? എന്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും സംസാരിക്കുന്ന രീതിയാണെങ്കിലും പ്രൊണൗൺസിയേഷൻ ആണെങ്കിലും ഒരുപാട് നിങ്ങൾ നോട്ട് ചെയ്തില്ലേ? ചെയ്തോ? ഇല്ലെന്ന് പറയരുത്, ചെയ്തു. ഓക്കെ, അപ്പോ നമ്മള് ടീച്ചറായിട്ട് ക്ലാസ്സിൽ പോകുമ്പോൾ ആ കുട്ടികളെ നമ്മൾ ഇതുപോലെ തന്നെ നോക്കില്ലേ? അല്ലെ? നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്തായിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, മലയാളം ഓർ ഇംഗ്ലീഷ്, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നുണ്ട്, അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മോസ്റ്റ്ലി നമ്മള് മോണ്ടിസോറി ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യാം. CBSE സ്കൂളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. സോ മാക്സിമം പ്രൊണൗൺസിയേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യണം. ഓരോ വേർഡും നമ്മൾ കേട്ട് പഠിക്കുക. അവര് പറയുന്ന പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇമിറ്റേഷൻ ആണ്, ഓരോ ലാംഗ്വേജ് ഇമിറ്റേഷൻ ആണ്. കാരണം ബംഗാളികൾ വന്ന് മലയാളം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ? കാരണം എന്താണ്? അവർക്ക് അവർ ടച്ച് വരുന്നുണ്ട് അല്ലെ? മദർ ടങ് ടച്ച് വരും. അതുപോലെ തന്നെ മലയാളീസ് ഇംഗ്ലീഷ് പറയുമ്പോഴും നമ്മുടെ മദർ ടങ്ങിന് ടച്ച് വരും, ആ ഇൻഫ്ലുവൻസ് വരും. ഒരിക്കലും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ചെയ്യാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക. വെസ്റ്റേൺ സ്പീക്കേഴ്സ് എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, എക്സാമ്പിൾ ആണ് റാ സൗണ്ട്. ഓക്കെ, ഒരിക്കലും റാ എന്ന് പറയാൻ പാടില്ല കേട്ടോ. മലയാളവും
ഇംഗ്ലീഷും റാ സെയിം അല്ല. നമ്മൾ മലയാളത്തിൽ റാ ഓക്കെയാണ്, പക്ഷെ ഇംഗ്ലീഷ് പറയുമ്പോൾ അങ്ങനെയല്ല. ഇറ്റ്സ് എ റാ സൗണ്ട്. ഓക്കെ, ഇറ്റ്സ് എ റാ സൗണ്ട്. റായും കൂടെ മിക്സ് ചെയ്തൊരു സൗണ്ട് ആണ് കേട്ടോ വരാം. റാറ്റ്, റൈറ്റ്, റോഡ്, റീഡ്, റൈറ്റ്, റൈറ്റ്, അങ്ങനെ തന്നെ പറയണം. അതുപോലെ ഡി സൗണ്ടും ടി സൗണ്ടും അതൊക്കെ പഠിക്കാനും കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. പൊതുവെ ഞാൻ നോട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, നമ്മൾ ഇത്രയും 3 സൗണ്ട്സ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഒരുവിധം ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഒരുവിധം ഇംഗ്ലീഷ് വേർഡ്സ് നമുക്ക് കറക്റ്റ്ലി പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. ഫാദർ, അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഓരോ വേർഡ്സ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോ 2 വേർഡ്സ് ടെക്സ്റ്റ് ചെയ്യാം. ഇതിന്റെ ഒന്ന് പ്രൊണൗൺസിയേഷൻ എനിക്കൊന്ന് പറഞ്ഞുതരാമോ? ഓരോരുത്തരൊന്ന് പറയും. തെറ്റിയാലും കുഴപ്പമില്ല, പറയണം. ലിച്ചി and Denny. It's not lychee. Lychee. Okay? It's a lychee and deny. It's a deny. Not Denny. Denny അല്ല. മൊബൈലിൽ എപ്പോഴും വരുന്നതാണ്. അല്ലോ ആണോ ഡെനി ചെയ്യണോ? അല്ലെ, ഡെനി എന്നാണ് നമ്മൾ വായിക്കുക. Not Denny. Deny. Deny. ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു കേട്ടോ. ലിച്ചി എന്നും ഡെനി എന്നൊക്കെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ലാന്ന് മനസ്സിലായി. കാരണം സെർച്ച് ചെയ്ത് ഞാൻ നോക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിക്കണം. എല്ലാവരും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ആസ് എ ടീച്ചർ ആയിട്ടോ ഒരിക്കലും നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരിക്കലും ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരിക്കലില്ല. നമ്മുടെ ഫിംഗർ ടിപ്പിലുണ്ട് എല്ലാം. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നമുക്ക് ഏത് ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ സൗണ്ട്, വ്യത്യാസം ഉണ്ട് കേട്ടോ. ദ എന്ന് പറയും, ഡി എന്നും പറയും. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം കേട്ടോ. എനിക്ക് എത്രത്തോളം ക്ലാസ് എടുക്കാൻ പറ്റുന്ന അറിയില്ല. ആർട്ടിക്കിൾ ആണ്. ഏതാണ് പ്രൊണൗൺസ് ചെയ്യട്ടെ? ദി എന്നാണോ ദ എന്നാണോ? ഡി എന്നും നമ്മൾ പ്രൊണൗൺസ് ചെയ്യും, ദ എന്ന് പ്രൊണൗൺസ് ചെയ്യും. ഡി എന്ന് പറയുന്നത് ഏതൊക്കെ വേർഡ്സിന്റെ ഒപ്പമാണെന്നൊന്ന് സെർച്ച് ചെയ്യാം. എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്. ഡി എന്ന് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട്, ദ എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ വേർഡ്സിന്റെ കൂടെയാണ് ഡി വര, ഏതൊക്കെ വേർഡ്സിന്റെ കൂടെയാണ് ദ വര, സെർച്ച് ചെയ്യുക, കണ്ടുപിടിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി ആർട്ടിക്കിളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ആർട്ടിക്കിൾ ദയും ഡിയും നമ്മൾ യൂസ് ചെയ്യാണ്. ദി കാർഡ്, ദി കാർഡ്, ദ കാറ്റ്, ദ കാറ്റ് പറയും നമ്മള്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെന്തുകൊണ്ടാണ് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ഇപ്പോ 10 month കോഴ്സ് ആണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. എത്രത്തോളം ഇംഗ്ലീഷ് നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലെ, ഗ്രാമർ നിങ്ങൾ ഓക്കെ ഫ്ലുവന്റ് ആണ്. ഇപ്പോ നിങ്ങൾക്ക് അറിയാം പ്ലീസ്, ആറ്, ഹാവ്, ഹാസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഒരു ലിമിറ്റ്സ് ഉണ്ട്. നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം, എക്സാം വരുന്നുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ പഠിപ്പിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതെല്ലാം നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പറ്റുമോ? ഒരിക്കലുമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോ ഏകദേശം ഇംഗ്ലീഷ് ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് വരും. ഈ ഡൗട്ട്സ് നിങ്ങൾ സ്വയം ക്ലിയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും അറിയാത്തൊരു കുട്ടിയല്ലല്ലോ നിങ്ങൾ. അല്ലെ, ഏകദേശം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ആയിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിന്റെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം ആയിട്ടുണ്ട്. സോ മാക്സിമം സെർച്ച് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് അറിയാനുണ്ട്, പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എല്ലാവരും പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ സപ്പോസ് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നമ്മൾ ഇത്രയും നാൾ തിയറീസ് പഠിച്ചു, എല്ലാം പഠിച്ചു, പക്ഷെ പ്രാക്ടീസ് ഇല്ല. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് മലയാളം പഠിക്കുന്നത്? അവർ തെറ്റാണെങ്കിലും പറഞ്ഞു പഠിക്കും. അല്ലെ, മിസ്റ്റേക്സ് വന്നാൽ നമുക്ക് കറക്റ്റ് ചെയ്യും? ഒരിക്കലില്ല. അവർ തന്നെ സ്വയം കറക്റ്റ് ചെയ്താൽ പഠിക്കാം. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ പിന്നെയും അങ്ങനെ തന്നെയും പറയാം. പയ്യെ അവർ കറക്റ്റ് ചെയ്ത് സ്വയം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഏത് ലാംഗ്വേജ് കേട്ടോ. ഇംഗ്ലീഷ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പഠിക്കാമെന്നുള്ളത്. ഞാൻ കണ്ടുപിടിച്ച ട്രിക്കാണ്. എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് പക്ഷെ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മള് വായിക്കുക. ഇംഗ്ലീഷുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം കേട്ടോ. ബുക്സ് ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഫിക്ഷൻസോ നിങ്ങൾക്ക് ഏത് ജോണാണ് ഇഷ്ടം വെച്ചാൽ ആ എന്തെങ്കിലും ബുക്ക് വായിക്കാം. കുട്ടികളുടെ ആയാലും കുഴപ്പമില്ല. അവരെ കളിക്കുടുക്കല്ല, അത് മലയാളത്തില് ഡൈജസ്റ്റോ ഇല്ല, ഇംഗ്ലീഷ് ഉണ്ടല്ലോ. പിന്നെ ഫെയറി ടെയിൽസ് ഉണ്ട്. കുട്ടികളുടെ ബുക്സ് ആയാലും മതി, നിങ്ങൾ വായിക്കുക. അതിൽ കുറച്ച് വേർഡ്സ് കിട്ടും. അല്ലെ, പുതിയ ന്യൂ വൊക്കാബുലറീസ് കിട്ടും. അത് നോട്ട് ചെയ്ത് വെക്കുക. ബുക്സിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ മലയാളം മീനിങ് കണ്ടുപിടിക്കുക. എന്നാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുക. മീനിങ്സ് ആണെങ്കിലും
അതിന് വേർഡ്സ് ആണെങ്കിൽ പ്രൊണൗൺസിയേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഓരോ വൊക്കാബുലറി പഠിക്കുമ്പോൾ പ്രൊണൗൺസിയേഷൻ പഠിക്കുക കേട്ടോ. അങ്ങനെ പഠിക്കുക, അതൊരു ടെക്നിക്കാണ്. അപ്പൊ വൊക്കാബുലറി ഇമ്പ്രൂവ് ആകും. അല്ലാതെ പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ്, ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് അതാണ് നോക്കി വെക്കുക. നൗൺ, നമ്മുടെ ചുറ്റുപാട് ഒരുപാട് വസ്തുക്കളുണ്ട്, സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതിനെല്ലാത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷിൽ? ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് ഡേ ടു ലൈഫിൽ, ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെർബ് ആണെങ്കിൽ, നൗൺ ആണെങ്കിൽ കണ്ടുപിടിച്ച് നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് കണ്ടുപിടിക്കുക, പ്രൊണൗൺസിയേഷൻ കണ്ടുപിടിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്താലേ നമുക്ക് വൊക്കാബുലറി ഇംപ്രൂവ് ആകും. കാരണം നമുക്ക് സംസാരിക്കുമ്പോൾ സ്റ്റക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? വൊക്കാബുലറി ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, വേർഡ്സ് അറിയില്ല, അതുകൊണ്ടാണ് നമുക്ക് സ്റ്റക്ക് വരുന്നത്. അതൊരു മെത്തേഡാണ്, അത് ഫോളോ ചെയ്യാം കേട്ടോ. ദെൻ സെന്റൻസ്, നമ്മുടെ മൂവീസ് കാണാറുണ്ട്, ഇംഗ്ലീഷ് മൂവീസ് ആണെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോസ് ആണെങ്കിൽ ഒക്കെ കാണാറുണ്ട് അല്ലെ? ദെൻ നിങ്ങൾ കാണേണ്ടത് പിന്നെ കുക്കിംഗ് വീഡിയോസ്, ഇംഗ്ലീഷിൽ കുക്കിംഗ് വീഡിയോസോ അങ്ങനെ കുറച്ച് കാണാറുണ്ട്. അതിൽ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകൾ ഉണ്ടാകും അല്ലെ? അപ്പോ പറയേണ്ട കാര്യങ്ങള് നമ്മുടെ പ്രസന്റ് ടെൻസിൽ പറയേണ്ടത്, നമുക്ക് ഇപ്പൊ നമ്മൾ കറന്റ് നമ്മൾ സംസാരിക്കുന്ന പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ആ കുറെ വേർഡ്സ് അവർ യൂസ് ചെയ്യും. നമ്മുടെ ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നതുമായ ഒരുപാട് സെന്റൻസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെന്റൻസ് കഴിയാനും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുക. ഓക്കെ, എന്നിട്ട് അവര് പറയുന്ന പോലെ തന്നെ ഈ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഇപ്പോ എക്സാമ്പിൾ പറയാൻ, എന്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് നമ്മൾ മലയാളത്തിൽ ഭയങ്കര സ്പീഡിൽ പറയും. അതിന് ഇംഗ്ലീഷ് അറിയോ? ഒരിക്കലും അറിയില്ല. നമ്മള് ഓരോന്നിന്റെയും മലയാളം കണ്ടെടുത്തു. എനിക്ക് അല്ലെ, എന്റെ കാര്യം എങ്ങനെയാ പറയാ അല്ലെ? ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും. അങ്ങനെയല്ല കേട്ടോ, അതിനൊരു കറക്റ്റ് ഒരു സെന്റൻസ് ഇതാണ്. ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ്, ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ്. ഓക്കെ, ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ്. ഈ ഐ ക്യാൻ ലുക്ക് ആഫ്റ്റർ മൈ സെൽഫ് എന്ന് പറയുന്ന സെന്റൻസ് പറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അത് കണ്ടുപിടിക്കണം, നോട്ട് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം അല്ലേ? പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ലേ പെട്ടെന്ന് പറയാൻ പറ്റൂ. അല്ല നേരത്തെ നമ്മുടെ ഒരാളെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ സമയമുണ്ടോ? നമ്മൾ ആലോചിച്ചിരിക്കോ? അയ്യോ ഇത് മറുപടി പറയണമെന്ന് ആലോചിച്ചിരിക്കോ? ആളുടെ വഴിക്ക് പോകും അല്ലെ? പെട്ടെന്ന് വരണമെങ്കിൽ എന്താണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏത് സെന്റൻസ് ആയിക്കോട്ടെ, വേർഡ്സ് ആയിക്കോട്ടെ, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ വായിൽ വരും. നമ്മൾ പോലെ അറിയാണ്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾ തിയറീസ് ഒരുപാട് പഠിച്ചു. ഇനി നിങ്ങൾക്ക് വേണ്ട പ്രാക്ടീസ് ആണ്. അത് നിങ്ങൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ കുട്ടിയോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഗ്രാമർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം, പക്ഷെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണ്, നിങ്ങൾ സ്വയം വിചാരിക്കേണ്ടതാണ്. ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്ന് ട്രിക്ക് എല്ലാം പറഞ്ഞു തന്നു, മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തന്നു, നിങ്ങളത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കില്ല. ഷുവറാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരെന്നെ കളിയാക്കോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഇംപ്രൂവ്മെന്റ്സും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരില്ല. കളിയാക്കുന്നവരവിടെ നിന്ന് കളിയാക്കിയുള്ളൂ. നമ്മുടെ എല്ലാ പെണ്ണുങ്ങളുടെ ഒരു പ്രശ്നം എന്താണ്, പെണ്ണുങ്ങൾ ആരെങ്കിലും ഒക്കെ ആവട്ടെ, അവരെന്ത് വിചാരിക്കും ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. ഒരിക്കലും ആ ചിന്ത വേണ്ട കേട്ടോ. അത് ചിന്ത കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും കിട്ടുന്നില്ല. അതാദ്യം മനസ്സിലാക്കാം. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫും ഒരുപാട് ചേഞ്ച് ആകും. ലാംഗ്വേജ് അല്ലെ, ലാംഗ്വേജ് സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിഫിക്കേഷൻസും ഒരുപാട് സർട്ടിഫിക്കറ്റ് ആയിട്ട് ജോലിക്ക് പോയിട്ട് കാര്യമുണ്ടോ? പണ്ടത്തെ കാലത്താണെങ്കിൽ ഓക്കെ, സർട്ടിഫിക്കറ്റ്സിന് എണ്ണം കൂട്ടിയാൽ നല്ലതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? സ്കില്ല് വേണം. സ്കില്ല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ. ലാംഗ്വേജ് സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് പോവാലോ, എങ്ങോട്ട് വേണമെങ്കിലും പോവാലോ അല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഫ്ലുവന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ശരിയല്ലേ? എയർപോർട്ടിൽ പോകാനാണെങ്കിലും, ഒരാളെ ഫേസ് ചെയ്യാനാണെങ്കിലും, പുറത്ത് ജോലിക്ക് പോകാനാണെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ ലാംഗ്വേജ് ഉണ്ടല്ലോ. പിന്നെ എന്തിനും മേടിക്കണം? ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കേൾക്കുമ്പോൾ കളിയാക്കുന്നത് എന്തുകൊണ്ടാ? അവരറിയാത്തോണ്ടാ. നല്ലത് പറയില്ല. നമ്മുടെ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നല്ലത് പറയോ? ആലോചിച്ച് വെക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നല്ലത് പറയാറുണ്ടോ? ഒന്നോ രണ്ടോ പേര്, ചുരുക്കം ചിലത് മാത്രമേ ഓക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്ന് പറയും. നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാം. പക്ഷെ പൊതുവെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാറ്, മോട്ടിവേറ്റ് ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താണോ വേണ്ടത്, ഞാൻ പറയുന്ന ഒരു കാര്യം, ലവ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ നോക്കാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫാണോ നിങ്ങൾക്ക് ഇപ്പോൾ? ഞാൻ എടുക്കേണ്ടത് കോൺടെക്സ്റ്റ് ആയാലും ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫാണോ ഇപ്പൊ നിങ്ങൾക്കുള്ളത്? ഐ തിങ്ക് മാരീഡ് ലൈഫ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആസ് എ പേഴ്സണൽ ലൈഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയാണോ?
നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ആണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങൾ ഒരുപാട് അച്ചീവ്മെന്റ്സ് നിങ്ങൾ ചെയ്തു അല്ലെ, നേടി എന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിലോ എങ്ങനെ ഉണ്ടാകും എന്നാലോചിച്ച് നോക്കി. നിങ്ങൾ കുറച്ചുകൂടെ കരിയർ വൈസ് ആണെങ്കിലും കുറച്ചുകൂടി നിങ്ങൾ ഡെവലപ്മെന്റ് ഉണ്ടാകും അല്ലെ, ഡെവലപ്ഡ് ആകും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആകും, ഇൻഡിപെൻഡന്റ് ആകും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ പ്രൗഡ് ഫീൽ ആയിരിക്കും അല്ലെ. ഒരു ലാംഗ്വേജ് ഉണ്ട്, നമുക്ക് നമ്മുടെ കരിയർ എന്ത് രസമായിരിക്കും അല്ലെ. അപ്പോ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കണമെങ്കിൽ ഒരു നിസ്സാര കാര്യമല്ല അത്. ഒരുപാട് അതിൽ ഹാർഡ് വർക്ക് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞൊക്കെ ശരിയാണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യാം. ആസ് എ വുമൺ, ആസ് എ ടീച്ചർ, ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ മദർ എനിക്ക് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓരോ ലൈഫും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ പേടിച്ചൊരു വ്യക്തിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റില്ല. എനിക്ക് സ്കൂൾ ടൈമിൽ ഭയങ്കര മാർക്ക് കുറവായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ പഠിച്ച സമയത്ത് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയാ പഠിച്ചത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്രോച്ച് ചെയ്തത്. പക്ഷേ ശരിക്കും ആ സിലബസ് തന്നെ മാറ്റേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം സംസാരിക്കണമായിരുന്നു, നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമ്മളെല്ലാവരും അല്ലെ, 90s കിഡ്സ് എല്ലാവരും ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലുവന്റ് ആയിരുന്നു. ആ സിലബസിന്റെ പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് മക്കളോട് പറഞ്ഞു കൊടുക്കാട്ടോ, മക്കളോട് നമ്മൾ സംസാരിക്കുക, നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മക്കളുടെ മുന്നിൽ നാണം കെടും എന്ന് വിചാരിക്കേണ്ട, കാരണം മക്കൾ നമ്മളെക്കാളും നന്നായിട്ട് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്റെ മോളൊക്കെ ഇപ്പോ പ്രൊണൗൺസിയേഷനൊക്കെ ഭയങ്കര നല്ല രസമാണ്. ഞാനിപ്പോ കോൺഫിക്സ് പഠിപ്പിക്കും, അവളെ ഞാൻ പഠിപ്പിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഒരു കാര്യം കേട്ടോ. നമ്മൾ ടീച്ചേഴ്സ് ആണ്, അമ്മമാരാണെങ്കിലും അവരുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ടീച്ചേഴ്സ് ആയിട്ട് പഠിപ്പിക്കാൻ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ എന്തൊരു കാര്യം പറയുമ്പോഴും നോക്കിയും കണ്ടും പറയാം. കാരണം നമ്മൾ പറയുന്നതാണ് അവർക്ക് ഏറ്റവും വലിയൊരു കാര്യം, വേദവാക്യം എന്ന് പറയാലോ. അപ്പൊ ആ ടീച്ചേഴ്സ് എന്ത് മിസ്റ്റേക്ക് പഠിപ്പിച്ചാലും നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സമ്മതിക്കില്ല അവര്. ഇല്ല അമ്മ ടീച്ചർ അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ടീച്ചേഴ്സ് ഒരിക്കലും മിസ്റ്റേക്ക് പഠിപ്പിക്കാൻ പാടില്ല. നമ്മൾ അത്രയും ഷുവർ ആണ്, ഏതൊരു കാര്യത്തിലും നമ്മൾ അത്രയും ഷുവർ ആണെങ്കിൽ മാത്രമേ അവരോട് പറയാൻ പാടുള്ളൂ. ഇനി സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ല എന്ന് വിചാരിക്കും, ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചു, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറയാം, അങ്ങനൊന്നും പറയരുത് കേട്ടോ. അവരെ പോലും അറിയാതെ നമ്മൾ സെർച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് റെഫർ ചെയ്യുക, അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവർ ടീച്ചർക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനും ഒരു കഴിവ് നമുക്ക് വേണം. ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമുക്ക് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, നെഗറ്റീവ്സിനെ പോസിറ്റീവ്സ് ആക്കാൻ പറ്റണം. ഏതൊരു പ്രശ്നവും ഏതൊരു പ്രോബ്ലംസ് വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് വേണ്ടതാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്, ഒരുപാട് സ്കിൽസ് നമുക്ക് ടീച്ചേഴ്സിന് വേണം. ലാംഗ്വേജ് സ്കിൽ ആണെങ്കിലും സബ്ജക്ട് വൈസ് ഉള്ള നോളജ് ആണെങ്കിലും അല്ലാതെ അതേഴ്സ് ഒരുപാട് അതർ കാര്യങ്ങളല്ല. നോർമലി ഒരു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. അപ്പൊ അതിനൊരു ക്ഷമയും എല്ലാ ടീച്ചേഴ്സിന് വേണം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് എപ്പോഴും പോസിറ്റീവ്സ് മാത്രമായിരിക്കില്ല കേട്ടോ ലൈഫിൽ സംഭവിക്കുക. ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, എന്തൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, എപ്പോഴും പോസിറ്റീവ്സ് മാത്രമായിരിക്കില്ല, എപ്പോഴും നല്ലത് മാത്രമായിരിക്കില്ല. നമ്മുടെ പ്രൊഫഷനിലാണെങ്കിലും നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും എപ്പോഴും നല്ലത് മാത്രമായിരിക്കും നമ്മളോട് പറയാം. ഇപ്പൊ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അവരുടെ പാരന്റ്സ് വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ഇതിൽ കംപ്ലൈന്റ് പറയാം. ഐ തിങ്ക് സോ, പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ ചെയ്യാം. സോ എന്തെങ്കിലും നെഗറ്റീവ്സോ പറയുകയാണെങ്കിൽ ഒരിക്കലും അത് കേട്ട് വിഷമിക്കരുത് കേട്ടോ. ആരും വിഷമിക്കാൻ പാടില്ല. അത് വെച്ചിട്ട് ഓക്കെ ആ പ്രൊഫഷൻ വേണ്ടാന്ന് വെക്കാനും പോലും പാടില്ല കേട്ടോ. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക. നെഗറ്റീവ്സ് പറഞ്ഞാൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനൊരു മനസ്സും കൂടെ കാണിക്കാം കേട്ടോ. അക്സെപ്റ്റ് ചെയ്യുക, അത് നമ്മൾ കറക്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവാ കേട്ടോ. ഒരിക്കലും ഒരു നെഗറ്റീവ് വന്നു ഇനി ഞാൻ എങ്ങനെയാ അത് നമ്മൾ ആ ഒരു കരിയർ ഫോളോ ചെയ്യാം എന്നൊക്കെ ഒന്നും ചിന്തിക്കേണ്ട. ലൈഫ് അങ്ങനെയാണ്, എക്സ്പീരിയൻസ് ആണ്. എവ്രിവൺ ലേൺസ് ഫ്രം മിസ്റ്റേക്സ് ആൻഡ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിൽ നിന്നും മിസ്റ്റേക്സിൽ നിന്നാണ് എല്ലാവരും പഠിക്കുക, എല്ലാവരും. ഓക്കെ, അതെല്ലാം ഇപ്പൊ ഞാൻ ഇതെല്ലാം പറയുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അതുകൊണ്ട് ആരും കേട്ട് വിഷമിക്കാനൊന്നും പാടില്ല. എന്റെ പ്രൊഫഷനിൽ എനിക്ക് അതുപോലെ നെഗറ്റീവ്സ് വന്നതാണ്. ആ നെഗറ്റീവ്സ് കേട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതുകൊണ്ട് നെഗറ്റീവ്സ് വരും, നെഗറ്റീവ്സിന് പോസിറ്റീവ്സ് ആക്കാൻ നോക്കാം. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. നമ്മുടെ ലൈഫിൽ ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും, എന്തെങ്കിലും ആവട്ടെ വാട്ട് എവർ. പക്ഷെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം കേട്ടോ.
ഓക്കെ. ഇപ്പൊ എക്സാമിന് മാർക്ക്, ഒരു എക്സാമ്പിൾ പറയാണ്, എക്സാമിന് മാർക്ക് കുറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക? അയ്യോ, ഞാൻ പ്രതീക്ഷ മാർക്ക് കിട്ടിയില്ല, കുറഞ്ഞു എന്നും പറയാലോ. നമുക്ക് വേറെ ഏതെങ്കിലും പറയാലോ, ഞാൻ ഒന്നും ഒട്ടും ഇംഗ്ലീഷ് അറിയാത്ത എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി എന്നും പറയാം, അല്ലെ? നെഗറ്റീവ്സിനെ പോസിറ്റീവ്സ് ആക്കാൻ പറ്റും. എപ്പോഴും ലൈഫിൽ അങ്ങനെ ചിന്തിക്കാം കേട്ടോ. എന്ത് നമുക്ക് സംഭവിച്ചാലും, എന്ത് നെഗറ്റീവ്സ് സംഭവിച്ചാലും നടന്നാലും നമ്മൾ പറയേണ്ടത് ഇങ്ങനെ ആയിരിക്കണം, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് പറയണം കേട്ടോ. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരിക്കലും നെഗറ്റീവ്സ് നമ്മളെ ബാധിക്കില്ല. ഓക്കെ, ബി പോസിറ്റീവ് ഓൾവേസ്, ഓൾവേസ് ഹാപ്പി. ഓക്കെ, മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ കണ്ടുപഠിക്കുന്ന കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികൾ നമ്മളെ കണ്ടുപഠിക്കുകയാണ്, അല്ലെ? ഇപ്പൊ മോണ്ടിസോറി കോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം ആസ് എ ക്യാരക്ടർ വൈസ് ആണെങ്കിലും ബിഹേവിയർ ആണെങ്കിലും ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടില്ലേ? ഇല്ലേ? ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്ത ടൈപ്പിൽ ആൾക്കാരാണോ ഇപ്പോൾ? ഒരിക്കലല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാരണം എന്താണ്? എക്സ്പീരിയൻസ് ആണ്. ഓരോ ക്ലാസ്സിലും ഓരോ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെ, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തപ്പോ ഫ്രണ്ട്സിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇതെല്ലാം കേട്ടാണ് നമ്മൾ ഓക്കെ, അപ്പൊ എന്റെ ലൈഫിലും ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാനും ഇതുപോലെ സാക്രിഫൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാനും ഇതുപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നും, അല്ലെ? അപ്പൊ എല്ലാം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഓരോ ദിവസവും, അല്ലെ, ഇന്നത്തെ എന്റെ ക്ലാസ് എന്നൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? എത്രയോ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഏതെങ്കിലും ഒരു പാട്ടില് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ ഓർക്കും, എപ്പോഴെങ്കിലും ഓർക്കും. ഓക്കെ, അപ്പൊ എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഓരോ ദിവസവും നമ്മൾ എണീറ്റ് ഉറങ്ങുന്നത് വരെയും ഓരോരുത്തരെ ആരൊക്കെയോ മീറ്റ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ സ്ട്രേഞ്ചേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം ഓരോ ലെസൺസ് ആണ്, ഓരോ പാഠങ്ങളാണ്. ഓക്കെ, അതാണ് ലൈഫ് കേട്ടോ. അങ്ങനെയാണ് ലൈഫ്. അല്ലാതെ എപ്പോഴും നമുക്ക് നല്ലത് മാത്രം സംഭവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷെ നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കാൻ പറ്റും. അത് നമ്മൾ വിചാരിച്ച് നടക്കുന്ന കാര്യം. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ലൈഫ്. എന്റെ പേരെന്താണെന്നോ, എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. കോൺവെക്കേഷന് വരുമ്പോൾ മീറ്റ് ചെയ്യാം, വന്ന് സംസാരിക്കും. ഓക്കെ, അപ്പോഴേ നമ്മൾ കാണും. ഞാൻ എടുത്തിട്ടില്ല. സോ ഫോണിക്സ് ആണ്, എല്ലാ ക്ലാസ്സിലും ഫോണിക്സ് എടുക്കുന്നുണ്ട്. പിന്നെ അത് മോണ്ടിസോറി ബാച്ചിലെ ഇംഗ്ലീഷ് ടീച്ചർ ആണ്. ഓക്കെ, നിങ്ങളുടെ ബാച്ചിൽ ഇല്ലെന്ന് മാത്രം. ഓക്കെ, അപ്പൊ കോൺവെക്കേഷന് വരുമ്പോൾ മീറ്റ് ചെയ്യും കേട്ടോ, നമുക്ക് സംസാരിക്കാം. ഇങ്ങോട്ട് വന്ന് സംസാരിക്കണേ, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ എനിക്ക് നിങ്ങൾ അറിയില്ല, വന്ന് സംസാരിക്കും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങള് എത്രത്തോളം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് അറിയില്ല. മാക്സിമം പറ്റാവുന്ന പോലെ ഫോളോ ചെയ്യാം. നല്ലൊരു പേഴ്സണാലിറ്റി ആവാം, നല്ലൊരു വ്യക്തിത്വം. എത്രയോ നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? നല്ലൊരു വ്യക്തി എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഒരു സൊസൈറ്റിയിൽ നല്ലൊരു വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോ ഓരോ കുട്ടികളെയും നമ്മൾ വളർത്തിയെടുക്കുന്ന സൊസൈറ്റിക്ക് വേണ്ടിയാണ്. സോ അവര് നന്നായിട്ട് മാർക്ക് വാങ്ങി ജോലി വാങ്ങണമെന്ന് മാത്രം പറയാതെ അവരോട് നല്ലൊരു വ്യക്തിയാകുക, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. അത് ആണോ പെണ്ണോ, ബോയ് ഓർ ഗേൾ, ഏത് കുട്ടിയാണെങ്കിലും അവരോട് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സൊസൈറ്റി ഇങ്ങനെയാണ്, എല്ലാം നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ടീച്ചർ ആണെങ്കിലും നമ്മളെ മക്കളെ നമ്മള് ധൈര്യത്തോടെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ടീച്ചേഴ്സ്, അല്ലെ? അപ്പൊ ടീച്ചേഴ്സും അവർക്ക് അതുപോലെ തന്നെ ഒരുപാട് അവയർനെസ് ആണെങ്കിലും എല്ലാം കൊടുക്കുക. സബ്ജക്ട് വൈസ് മാത്രം പഠിപ്പിക്കരുത് കേട്ടോ. ഒരിക്കലും ബോറടിപ്പിക്കരുത് ക്ലാസ്. ബോറടിക്കാതെ എങ്ങനെയാണ് എത്രത്തോളം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നാലും നിങ്ങൾ നോക്കാം, അല്ലെ? എത്രത്തോളം സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നാണ് എല്ലാവരും ഇംഗ്ലീഷ് എടുക്കുന്നത്. സോ അതേപോലെ തന്നെയാണ് ഓരോരുത്തർ സിമ്പിൾ ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കുക, ബോറടിക്കാതെ ക്ലാസ് എടുക്കുക. പിന്നെ സബ്ജക്ട് വൈസ് അല്ലാതെ ഒരുപാട് സൊസൈറ്റിക്ക് വേണ്ടതും അവരെ മെന്റലി ആണെങ്കിലും എല്ലാം ഗ്രോ ചെയ്യുന്ന രീതിയിലൊക്കെ അവർക്ക് സംസാരിക്കുക, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. ഓക്കെ, എല്ലാത്തിനും അവയർനെസ് കൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇന്നലെ ചിൽഡ്രൻസ് ഡേ ആയിരുന്നു, അല്ലെ? സോ ഓരോ ബാച്ചസിലും ഓരോ സെലിബ്രേറ്റ് ചെയ്ത് കുട്ടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും, അല്ലെ, ഫോൺ, ഇതൊക്കെ എന്താണ് ഭയങ്കര അവർക്ക് കിട്ടുന്നത് അത്രയും നല്ലൊരു കാര്യങ്ങളാണോ? ആലോചിക്കുക, അവർ കഴിക്കുന്ന ഫുഡ് ആണെങ്കിലും. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആസ് എ മദർ, ആസ് എ ടീച്ചർ, കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വളർത്തുന്ന ഭാവി തലമുറയാണ്, അല്ലെ? നമ്മൾ ഫോളോ ചെയ്തൊരു മെത്തേഡ് ഒന്നല്ല, ഫുഡ് ഹാബിറ്റ്സ് ഒന്നല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. സോ മാക്സിമം നമ്മൾ കുട്ടികളെ കൺട്രോൾ ചെയ്യാം കേട്ടോ. ഓക്കെ, കാരണം ബേക്കറി ഐറ്റംസ് ആണെങ്കിലും ഫുഡ്സ് എല്ലാം നല്ല രീതിയിൽ കൊടുക്കുക. കാരണം ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് സമയം ഒരു 5 വയസ്സ് 6 വയസ്സ് വരെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ആ ടൈമിൽ നമ്മൾ മാക്സിമം കുട്ടികളെ നല്ല രീതിയിൽ
എല്ലാ ഫുഡ്സും അല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നല്ല നല്ല ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുറത്തെ ഫുഡ്സ് ഒന്നും മാക്സിമം കൊടുക്കാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. നിങ്ങളൊന്ന് അതിനു വേണ്ടി നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക കേട്ടോ, ഫുഡിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്യുക. ക്ലാസ്സിൽ അതൊക്കെ നിങ്ങൾ ടീച്ചേഴ്സിന് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഫോണിന്റെ അഡിക്ഷൻ, ഇതെല്ലാം നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാം. കാരണം ഇതൊക്കെ പറയാൻ കാരണം നിങ്ങൾ ടീച്ചറും കൂടിയാണ് അല്ലെ. പാരന്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ടീച്ചറും കൂടിയാണ്. നിങ്ങളിലൂടെയാണ് ഓരോ ലോകവും ഓരോ കാര്യങ്ങൾ അറിയാൻ പോകുന്നത്. കാരണം നിങ്ങൾ എത്രയോ കുട്ടികളെ, നിങ്ങൾ ഓരോ ടീച്ചേഴ്സ് എത്രയോ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അല്ലെ, ഇനി പോകാൻ പോവാണ്. അപ്പൊ ഓരോ കുട്ടിയെയും നമ്മൾ പറയുന്ന കാര്യങ്ങളായിരിക്കും അവർ കേൾക്കുക അല്ലെ. അപ്പൊ ഓരോ കുട്ടിയെയും നമ്മൾ നല്ല അറിവുകൾ കൊടുത്താണ് വിടുന്നെങ്കിൽ സൊസൈറ്റിക്ക് അത്രയും നല്ലതല്ലേ. ഓക്കെ. അപ്പൊ സേഫ് ടച്ച് ആൻഡ് സേഫ് ടച്ച്, ഫുഡ് ഹാബിറ്റ്സ്, ഫോർ അഡിക്ഷൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ടോപ്പിക്സ് ആണ്. ഇതെല്ലാനും നല്ല രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കുക കേട്ടോ. ഓക്കെ. എനിക്കൊരു ആസ് എ ടീച്ചർ, ആസ് എ മദർ എനിക്ക് പറയാനുള്ള കാര്യം, എന്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ. അതൊക്കെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, കുട്ടികളെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഞാനും ഒരു അമ്മയാണ് കേട്ടോ. എനിക്കൊരു മോളുണ്ട്, ആൾക്ക് 5 വയസ്സാണ്. അപ്പൊ ആളെ ഞാൻ ഇങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. ആൾക്ക് ഫോൺ കൊടുക്കാറില്ല, ഫുഡ് കൺട്രോളാണ്, ബേക്കറി ഐറ്റംസ് ഒന്നും ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കാറില്ല, ഷുഗർ ഒന്നും കൊടുക്കാറില്ല. കാരണം അത് കൊടുത്തുകൊണ്ട് നല്ല കാര്യങ്ങളൊന്നും കിട്ടാനില്ലല്ലോ അല്ലെ. ഇപ്പൊ കുഞ്ഞു മക്കൾക്ക് വരെയും ഹാർട്ട് അറ്റാക്കും ലിവർ ഡിസീസ് ഒക്കെ വരുന്ന കാലമാണ്. അത് നമ്മൾ തന്നെയാണ്, പാരന്റും അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഒരു കുട്ടികൾക്ക് ഇങ്ങനെ അസുഖങ്ങൾ വരാനും ഈ ഹോസ്പിറ്റൽസിന്റെ എണ്ണം കൂടാനും ബേക്കറീസിന്റെ എണ്ണം കൂടാനും കാരണം നമ്മളൊക്കെ തന്നെയാണ് അല്ലെ. അതെല്ലാം കൺട്രോൾ ചെയ്യാം. അപ്പൊ കോണ്ടെക്സിനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളും ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, അല്ലാത്ത കാര്യങ്ങളും പറഞ്ഞു. സോ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, ബോറടിച്ചോ, ഈ സജഷൻസ് ഓർ ഒപ്പീനിയൻ എന്താണെങ്കിലും എന്നോട് പറയാം. ഒന്ന് ഷെയർ ചെയ്യാവോ, എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ ആണോ, പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ? സംസാരിക്കും. ഒരുപാട് അറിവുകൾ തന്നതിന് വളരെ താങ്ക്സ്. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ. ദെൻ താങ്ക്സ് ഒന്നും പറയണ്ട. പിന്നെ എസും നോയും പറയാൻ പഠിക്കണം കേട്ടോ. അത് പ്രത്യേക ഒരു കാര്യമാണ്. എന്തൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ലെന്ന് പറയണം. ഞാൻ നോക്കട്ടെ എന്നൊന്നും ചോദിക്കേണ്ട. നോക്കട്ടെ എന്നൊരു എക്സ്പെക്ടേഷൻ ആണ്, അതൊരിക്കലും കൊടുക്കരുത്. കാരണം നോക്കട്ടെ എന്ന് പറയുന്ന അർത്ഥം ചിലപ്പോൾ ഇല്ലെന്നാണ്. അപ്പൊ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഓക്കെ. അത് ആരോടാണെങ്കിലും എവിടെയാണെങ്കിലും ഇല്ലെങ്കിൽ ഇല്ല, നോ യെസ്, ഇത് രണ്ടും പഠിപ്പിക്കാനും നിങ്ങൾ പറയാനും കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാനും പഠിപ്പിക്കണം. ഓക്കെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാം ആവശ്യമാണ്. കാരണം നോ പറയാൻ എന്തൊരു പാടാണ്. എല്ലാവരും നോ പറയാറുണ്ടോ? ഒരുപാട് ആൾക്കാർ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെ, ശരിയല്ലേ? നോ പറയണം, നോ പറയാൻ പഠിക്കണം. ഓക്കെ. അപ്പൊ ഓക്കെ ആണോ? ഇംഗ്ലീഷ് ഒക്കെ ഓക്കെ ആയോ, മനസ്സിലായോ, എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ചെങ്കിലും അറിയാൻ പറ്റിയല്ലേ കോണ്ടെക്സ് എന്താണ്. അപ്പൊ കോണ്ടെക്സ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്താണ് ടീച്ചർ ഏതായിരിക്കും? ഇത് സാറാണെന്ന് വിചാരിച്ചാണോ ജോയിൻ ചെയ്തത്? ആണോ? അതെ. അതെ, ഇത് വേറെ ടീച്ചർ ആയിരുന്നു. അപ്പൊ വിചാരിച്ചു ക്ലാസ് എങ്ങനെ ഉണ്ടാവുന്നാവോ അല്ലെ, നിങ്ങൾക്ക് വിചാരിച്ചല്ലേ? സംസാരിക്കൂ, എന്താണ് പിള്ളേർ ക്ലാസ് എങ്ങനെയാണോ, സംസാരിക്കില്ലേ? കൊറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ക്ലാസ് നന്നായിരുന്നു, കൊറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ. എനിക്ക് സജഷൻ പറയാനുണ്ടോ എന്റെ ക്ലാസ്സിനെ കുറിച്ച്? എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ നെഗറ്റീവ്സോ എന്തെങ്കിലും പറയാനുണ്ടോ? മാം ഈ ക്ലാസ് കുറച്ച് നേരത്തെ തരണമായിരുന്നു, ഞങ്ങൾക്ക് നേരത്തെ പഠിക്കായിരുന്നത്. ഓക്കെ. കുറച്ച് ലേറ്റ് ആയാലും ഞാൻ വന്നല്ലോ. ഈ ഒരു ക്ലാസ് ഉള്ളോ മാം? എന്തോ? ഈ ഒരു ക്ലാസ് തന്നെ ഉണ്ടാവുള്ളൂ, ഇനി ഉണ്ടാവോ? ക്ലാസ് ഉണ്ടാവോ? ഇനി വേണോ ക്ലാസ്? എനിക്ക് വയ്യ. ഇനി ഇല്ലാട്ടോ. കോണ്ടെക്സ് ഇത്രയും പോരെ, ബോറടിക്കും. എന്താ പഠിപ്പിക്കാൻ ഞാൻ? ഓക്കെ. പിന്നെ എന്താണ് ചുമ്മാ ഇതിലൊക്കെ സംസാരിക്കുന്നേ? കുറച്ച് സമയം നേരത്തെ പറഞ്ഞില്ലേ ദീ ദാ വെച്ചിട്ട്, ആൻ വരുന്നത് ദീയും എ വരുന്നത് ദാണോ? ഒരിക്കലല്ല. ആനും മെയ്യും വരുന്നത് എങ്ങനെയാ? ആനും മെയ്യും വരുന്നത് സൗണ്ട്സ് വെച്ചിട്ടാണ് കേട്ടോ. അത് വെച്ചിട്ടാണ്. ഇപ്പൊ എ ഇ ഐ ഒ യു വരുന്നതിന് ആന്, അല്ലാത്തതിന് എ, അല്ലാത്തത് ദാ. അല്ലാത്തതാന്ന് പറയാൻ പറ്റോ? ഒരിക്കലല്ല. ദാ മെയിൻലി യൂസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലറൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ ഗിവ് മി ദ പെൻ, ഗിവ് മി ദ പെൻ, ആ പെയിൻ ഒന്ന് എനിക്ക് തരാവോ, ആ പെയിൻ എനിക്ക് തരാവോ എന്ന് ചോദിക്കുമ്പോ വരുന്നത് തീ വരുമ്പോ ദാ വരും.
ഇപ്പൊ ഓ, ഓഫീസ് അങ്ങനെ ഉദ്ദേശിച്ചത്. ആ. Okay. ഓഫീസിനൊക്കെ വരുമ്പോ ദീപൻ അങ്ങനെയുള്ള കൂടുതൽ. ഞാൻ പറയില്ല, അത് നിങ്ങൾക്ക് വർക്ക് തന്നിട്ടാണ് കേട്ടോ. എന്റെ ഒരു ഹോംവർക്ക് ആണെന്ന് വിചാരിക്കും. എല്ലാവരും പഠിക്കാം. ദായും തീ എന്താ വരാ. ഓക്കെ, ഞാൻ പറയില്ല. ഓക്കെ. എന്തെങ്കിലും വർക്ക് വേണ്ട നിങ്ങൾക്ക്, അല്ലെ? നിങ്ങൾക്ക് എന്നാലേ അത് കണ്ടുപിടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനൊരു ഇൻട്രസ്റ്റ് വരണം കേട്ടോ. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് അറിയണം, അയ്യോ അതെങ്ങനെയാ കണ്ടുപിടിക്കുക എന്നൊക്കെ ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ലാംഗ്വേജും എന്തും പഠിക്കും. ഓക്കെ, അതുകൊണ്ട് ആ ഇൻട്രസ്റ്റോട് കൂടി ഞാൻ തന്നൊരു വർക്ക് അത് ഏറ്റെടുക്കാം, എന്നിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. ആക്റ്റീവ് ആണോ? ഗ്രൂപ്പ് ആക്റ്റീവ് ആണോ? അതെ. അപ്പൊ കൊള്ളാം. അപ്പോ ഇംഗ്ലീഷിന് വേണ്ടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യൂ. സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ ഗ്രൂപ്പിൽ സംസാരിക്കും. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമല്ലേ, ഫ്ലുവൻസി കിട്ടും. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണ്? നല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ? ഫ്രണ്ട്സ് ആണോ നിങ്ങൾ എല്ലാവരും? ഓക്കെ, അപ്പൊ മോണ്ടിസോറി കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അല്ലെ? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് അറിവുകൾ കിട്ടി, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇനി വരേണ്ട ഒരു മാറ്റം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ തന്നെ ശ്രമിക്കൂ. ഓക്കെ, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, ഗ്രൂപ്പിൽ സംസാരിക്കാം, ജസ്റ്റ് ഒരു ടോപ്പിക് പ്രസന്റേഷനോ ഇതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. അതിൽ ആ കൂട്ടത്തില് ഇതും കൂടെ പറയൂ, ഈ ദായും ദീയും എന്താണ്. ഓക്കെ, പഠിച്ച ആള് മറ്റുള്ളവർക്കൊണ്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഒരാള് നമ്മളോട് ഹെൽപ്പ് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, ഒരു ഡൗട്ട് ആണെങ്കിൽ പോലും, എന്ത് ഡൗട്ട് ആണെങ്കിൽ പോലും അറിയാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. സപ്പോസ് അറിയില്ലെങ്കിൽ അത് നോക്കിയിട്ട് പറയാന്നോ. കുട്ടികളോടല്ലാട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോടോ എന്ത് അറിവുകളാണെങ്കിലും ഷെയർ ചെയ്യാം. പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക. ഏറ്റവും പഠിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്, പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക. ഓക്കെ, കാരണം നമ്മൾക്ക് വേണ്ടി നമ്മൾ പഠിക്കില്ല, പക്ഷെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കും. ശരിയല്ലേ? നമ്മൾക്ക് വേണ്ടി പഠിക്കില്ല, അങ്ങനെ നമ്മൾ പണ്ടേ പഠിച്ചാണ്, ഇതുവരെയും പഠിച്ചില്ലല്ലോ. പക്ഷെ ഇനി നിങ്ങൾ പഠിക്കും, കാരണം നിങ്ങൾ ടീച്ചേഴ്സ് ആണ്. കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഒരു വലുതാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ പഠിക്കും. അങ്ങനെ പഠിക്കുന്തോറും നിങ്ങൾക്ക് അറിവുകൾ കൂടുകയാണ്. ഓക്കെ, അതുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ പഠിക്കുക കേട്ടോ. എല്ലാവരും പഠിക്കുക. പിന്നെ എന്താ പറയാ, ഇനി എന്തിനെ കുറിച്ച് അറിയാനോ ചോദിക്കാനോ ഉണ്ടോ? കുറച്ചു പേരൊക്കെ ലെഫ്റ്റ് ആയി പോയി, ബോറടിച്ചിട്ടുണ്ടാവാൻ വേണ്ടി. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. ക്ലാസ് എന്നാൽ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഒരു 1 hour, ഹാഫ് ആൻ അവർ ആയി, 1.5 മണിക്കൂറായി. സോ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എക്സാം ആണ്, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് കൂൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ടെൻഷൻ അടിക്കരുത്. എക്സാമിന് പോകുമ്പോഴേക്കും ടെൻഷൻ അടിക്കാൻ പാടില്ല. ടെൻഷൻ അടിച്ചാൽ പഠിച്ചതെല്ലാം മറന്നു. കൂൾ ആയിട്ട് അറ്റൻഡ് ചെയ്യുക. കാരണം ഈ മാർക്ക് ഒന്നും അല്ല നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ മാർക്ക് കൂടാം കുറയാം, അതൊന്നും അല്ല. അത് 1 മണിക്കൂർ നടക്കുന്ന ഒരു സംഭവമാണ്. ആ 1 മണിക്കൂറിൽ ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് എങ്ങനെയായിരിക്കും എന്ന് അറിയില്ല. ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർക്കാം, അതൊന്നും അറിയില്ല അല്ലെ. 1 മണിക്കൂറാണ്. അതുകൊണ്ട് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആർക്കും ഒന്നും അറിയില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. മാർക്കല്ല ഒന്നിനും നമ്മുടെ മെയിൻ എന്ന് പറയുന്നത്. നിങ്ങൾ കോഴ്സ് പാസ്സായി ഒരു ടീച്ചറായി ജോലി ചെയ്യുന്നത്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ജോലി ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ടോ, പഠിപ്പിക്കാൻ സ്കില്ലുണ്ടോ, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. പാസ്സായാലും മതി, അല്ലാണ്ട് 100 വേണമെന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അതെല്ലാം മാർക്കിൽ വരണമെന്ന് പറയുന്നത് കണ്ടെത്തലാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. മാർക്ക് കുറഞ്ഞാലും ആരും വിഷമിക്കാൻ പാടില്ല. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചല്ലോ, ഇത്രയും മാർക്ക് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുക. നല്ലൊരു ടീച്ചർ ആകാം, നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക, സ്നേഹിക്കുക. മക്കളെ പോലെ തന്നെ കുട്ടികളെ കാണാം. അവർക്ക് വേണ്ട ക്ലാസ്സസും എല്ലാം പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അത് സൊസൈറ്റിക്ക് വേണ്ടിയും കൂടിയാണ്. ഇനി ഒരു നല്ലൊരു തലമുറ വരണമെങ്കിൽ ഒരു ടീച്ചറും പാരന്റ്സും വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. ഓക്കെ, സോ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇനി കോൺവെക്കേഷന് വരുമ്പോ മീറ്റ് ചെയ്യാം, വന്ന് സംസാരിക്കണം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ ഓൺ നെക്സ്റ്റ്. സോറി, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാന്ന്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വന്നാണ്. ഓക്കെ, സോ താങ്ക് യു all. Thank you, ma'am. Thank you, ma'am. Bye. Ma'am. Thank you, ma'am. Okay.